സ്പെസിഫിക് കോൺട്രാക്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്നത്. പണ്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ചാപ്റ്റർ 7, അതായത് സെക്ഷൻ 76 to 123 ഡീൽ ചെയ്തിരുന്ന സെയിൽ ഓഫ് ഗുഡ്സിനെ കുറിച്ചിട്ടായിരുന്നു. എന്നാൽ 1930 ഈ പോർഷൻസ് റിപ്പീൽ ചെയ്തു. എന്നിട്ട് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്നൊരു പുതിയ ആക്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇനി നമുക്ക് എന്താണ് സെയിൽ എന്ന് നോക്കാം. സെയിൽ എന്ന് വെച്ചാൽ മലയാളത്തിൽ പറയുമ്പോൾ വിൽപ്പന എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇപ്പോൾ ഒരു കാറ്, ഫർണിച്ചർ, ഡ്രസ്സ്, മുട്ട, അങ്ങനെ എന്ത് ടൈപ്പ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടിയുടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിലാണ് ഡീൽ ചെയ്യുന്നത്. എന്നാൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസായ കരഭൂമി, വീട് എന്നിവയുടെ സെയിലൊക്കെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ കീഴിൽ വരില്ല. അത് ഡീൽ ചെയ്യുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 ആണ്. ഇനി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സെയിലിനെ കുറിച്ച് മാത്രമല്ല എഗ്രിമെൻറ്റ് ടു സെല്ലിനെ കുറിച്ചും പറയുന്നുണ്ട്. എന്താണ് എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് നോക്കാം. ഇപ്പം ഞാൻ മാർക്കറ്റിൽ ചെന്ന് ഒരു കടക്കാരൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് 10 മുട്ട വാങ്ങിക്കുന്നു. അതായത് അപ്പം തന്നെ കാശ് കൊടുക്കുന്നു, അപ്പം തന്നെ മുട്ട കിട്ടുന്നു. അത് സെയിലാണ്. എന്നാൽ എനിക്ക് അടുത്ത മാസം ഒരു 500 മുട്ട വേണം, ഞാനത് കടക്കാരനോട് പറഞ്ഞ് തീരുമാനമാക്കുകയാണ്. അത് എഗ്രിമെൻറ്റ് ടു സെല്ലാണ്. ഭാവിയിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു സെയിലിന് തീരുമാനമാക്കുന്നതിനെയാണ് നമ്മൾ എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയുന്നത്. സെക്ഷൻ 4 ക്ലോസ് 1 ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്താണ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് സെയ്സ് ദാറ്റ് കോൺട്രാക്ട് വേർ ബൈ ദ സെല്ലർ ട്രാൻസ്ഫർ ഓർ അഗ്രി ടു ട്രാൻസ്ഫർ ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ടു ദ ബയർ ഫോർ എ പ്രൈസ്. അതായത് സെല്ലർ ആൻഡ് ബയർ തമ്മിലുള്ള കോൺട്രാക്റ്റാണ് സെയിൽ ഓഫ് ഗുഡ്സ്. ഈ കോൺട്രാക്റ്റിൽ എന്താണ് സംഭവിക്കുന്നത്? സെല്ലർ ബയറിന് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഭാവിയിൽ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് എഗ്രി ചെയ്യുന്നു. പകരം ഈ ഗുഡ്സിന് ബയർ ഒരു പ്രൈസ്, ഒരു വില കൊടുക്കാം എന്നും പറയുന്നു. ഇതാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഡെഫിനിഷൻ പ്രകാരം എന്തൊക്കെയാണ് എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്ന അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ് ഉണ്ടായിരിക്കണം. അതായത് ഒരു ബയറും ഒരു സെല്ലറും മസ്റ്റായിട്ട് ഉണ്ടാവണം. സെക്കൻഡ് വൺ പറയുന്നത് ഈ കോൺട്രാക്റ്റിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് മൂവബിൾ ഗുഡ്സ് ആയിരിക്കണം. ദെൻ തേർഡ് വൺ മണി കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. അതായത് ഗുഡ്സിൻ്റെ പ്രതിഫലം മണി തന്നെ ആയിരിക്കണം. നാലാമത്തത് ഗുഡ്സ് സെല്ലറിൽ നിന്നും ബയ്യറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കണം. അഞ്ചാമത് പറയുന്ന സെയിൽ ഓഫ് ഗുഡ്സ് ആബ്സല്യൂട്ട് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടും ആവാം. ആറാമത് പറയുന്നത് പിന്നെ ഒരു നോർമൽ വാലിഡ് കോൺട്രാക്റ്റിന് വേണ്ട എല്ലാ എലമെൻസും കോൺട്രാക്ട് ഓഫ് സെയിലിലും ഉണ്ടാകണം, ലൈക്ക് ഓഫർ, അക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ എക്സെട്ര. ഇനി ഈ പറയുന്ന എസെൻഷ്യൽസിൽ ബയലാട്രൽ കോൺട്രാക്റ്റ്, അതുപോലെ മണി കൺസിഡറേഷൻ, അതിൽ ഗുഡ്സ്, ഇത്രയും സംഭവങ്ങൾ എന്താണെന്ന് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടതുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്ന ബയലാട്രൽ കോൺട്രാക്റ്റ്. സെയിൽ ഓഫ് ഗുഡ്സ് എപ്പോഴും ബയലാട്രൽ കോൺട്രാക്റ്റ് എന്നാണ് വിളിക്കുന്നത്. ബിക്കോസ് ഇവിടെ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്കാണ് പോകുന്നത്. സോ ബയലാട്രൽ കോൺട്രാക്റ്റിൽ സെല്ലർ ആൻഡ് ബയർ മസ്റ്റ് ബി ഡിഫറെൻറ്റ് പേഴ്സൺ. ഇനി എന്താണ് മണി കൺസിഡറേഷൻ എന്ന് നോക്കാം. സെക്ഷൻ 2 ക്ലോസ് 10 ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിൽ പറയുന്നുണ്ട് കൺസിഡറേഷൻ ഫോർ സെയിൽ ഓഫ് ഗുഡ്സ് ഇസ് കോൾഡ് പ്രൈസ് എന്ന്. അതായത് കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സിൽ ഗുഡ്സിൻ്റെ കൺസിഡറേഷൻ ഓർ പ്രതിഫലം എന്ന് പറയുന്നത് മണി ആയിരിക്കണം. അപ്പോൾ ഗുഡ്സിന് പകരം മറ്റൊരു ഗുഡ്സാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്റർ സിസ്റ്റം അറിയാം, ബാറ്റർ സിസ്റ്റം പോലെ ഇരിക്കും അത്. അതല്ലാതെ അതിനൊരു സെയിൽ ഓഫ് ഗുഡ്സ് നമുക്ക് പറയാൻ പറ്റില്ല. ഓൾട്രിഡ്ജ് വേഴ്സസ് ജോൺസൻ്റെ കേസിൽ പറയുന്നുണ്ട് കൺസിഡറേഷനായിട്ട് കുറച്ച് ഗുഡ്സും കുറച്ച് മണിയും കൊടുത്താൽ അതും സെയിലാണ്. കാരണം അവിടെ കുറച്ചെങ്കിലും ഒരു മണി വരുന്നുണ്ടല്ലോ, ഫുള്ള് ഗുഡ്സ് ആയിട്ടല്ലല്ലോ കൊടുക്കുന്നത്. അപ്പോൾ പാർഷ്യലി ഗുഡ്സ് ആൻഡ് പാർഷ്യലി പ്രൈസ് ആണെങ്കിൽ പോലും അത് സെയിൽ ഓഫ് ഗുഡ്സിൻ്റെ കീഴിൽ തന്നെ വരും. സെക്ഷൻ 2 ക്ലോസ് 7 എന്താണ് ഗുഡ്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ആദ്യമേ പറയുന്നുണ്ട് എനി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ഈസ് ഗുഡ്സ് എന്ന്. പക്ഷേ ആക്ഷനബിൾ ക്ലെയിംസ് ഓർ മണി ഈസ് നോട്ട് ഗുഡ്സ് അണ്ടർ ദിസ് സെക്ഷൻ. ആക്ഷനബിൾ ക്ലെയിംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെപ്റ്റ് ക്ലെയിം, റെൻറ്റ് ക്ലെയിം, ഇൻഷുറൻസ് ക്ലെയിം ഒക്കെയാണ് വരുന്നത്. ഈ ഡെഫിനിഷനിൽ കുറച്ച് സാധനങ്ങൾ ഗുഡ്സ് ആണെന്ന് എടുത്തു പറയുന്നുണ്ട്. അതായത് സ്റ്റോക്ക് ആൻഡ് ഷെയർസ് ആണ് അത് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച് ടു ഓർ ഫോമിംഗ് പാർട്ട് ഓഫ് ദ ലാൻഡ് വിച്ച് ആർ എഗ്രീഡ് ടു ബി സെവേർഡ് ബിഫോർ സെയിൽ ഓർ അണ്ടർ ദ കോൺട്രാക്ട് ഓഫ് സെയിൽ. അതായത് നമുക്ക് ഈ കോൺട്രാക്റ്റിൻ്റെ ടൈമിൽ നമുക്ക് പിഴുതു മാറ്റാൻ സാധിക്കുന്ന ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ്, അല്ലെങ്കിൽ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന എന്ത് സാധനമാണെങ്കിലും അതെല്ലാം ഗുഡ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് മരം, റോക്സ്, മണൽ, ഇതൊക്കെ ഗുഡ്സ് എന്നാണ് പറയുന്നത്. ഇതിനെല്ലാം നമുക്ക് ഭൂമിയിൽ നിന്ന് അടർത്തി മാറ്റിയെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണല്ലോ, അതുകൊണ്ട് ഇതെല്ലാം ഗുഡ്സാണ്. അതുപോലെ തന്നെ ഈ ഗുഡ്സിൻ്റെ കീഴിൽ വരുന്ന മറ്റു കാര്യങ്ങളാണ് ട്രേഡ് മാർക്ക്, പേറ്റന്റ് റൈറ്റ്സ്, കോപ്പി റൈറ്റ്സ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഗ്യാസ്, കോർട്ടിൽ നിന്നുള്ള ഡിഗ്രി, ഇതെല്ലാം ഗുഡ്സാണ്.
ഇതിനോടൊപ്പം തന്നെ ഗുഡ് വില്ലും ഒരു ഗുഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെയോ അല്ലെങ്കിൽ കടയുടെയോ പ്രശസ്തിയോ ജനപ്രീതിയോ അതിൻ്റെ മൂല്യത്തിനെയാണ് നമ്മൾ ഗുഡ് വിൽ എന്ന് പറയുന്നത്. അതുവരെ ഗുഡ്സ് ആയിട്ടാണ് ഈ സെക്ഷൻ 2 clause 7 കാണുന്നത്. ഇനി എന്താണ് കോൺട്രാക്റ്റ് ഓഫ് വർക്ക് ആൻഡ് മെറ്റീരിയൽ എന്ന് നോക്കാം. ചില ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റിൽ സർവീസസ് മാത്രം കൊടുക്കുന്ന കോൺട്രാക്റ്റ്, അതായത് അതിന് ആ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ട ഗുഡ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഒരാളായിരിക്കും. പക്ഷേ ഒരാൾ സർവീസ് മാത്രമായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയുള്ളതിനെ നമുക്ക് ഒരു സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ കീഴിൽ ഡീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ സർവീസ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം ഗുഡ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ കോൺട്രാക്റ്റ് ഓഫ് വർക്ക് ആൻഡ് മെറ്റീരിയൽ എന്ന് പറയും. അത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ കീഴിൽ വരും. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ സിമ്പിളായി പറഞ്ഞുതരാം. ഇപ്പം ഞാനൊരു വീട് വയ്ക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അത് ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനീനെ ഏൽപ്പിക്കുന്നു. ഇവിടെ കമ്പനിയാണ് വീട് വയ്ക്കാൻ വേണ്ട മെറ്റീരിയൽസും സ്കിൽഫുൾ ലേബേഴ്സിനെയും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഇവിടെ ഗുഡ്സും അതുപോലെ തന്നെ ലേബേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുക, അതൊരു സർവീസാണ്. ഇത് രണ്ടും ചെയ്യുന്നത് ഈ കൺസ്ട്രക്ഷൻ കമ്പനി ആയതുകൊണ്ട് ഇവിടെ ഒരു കോൺട്രാക്റ്റ് ഓഫ് വർക്ക് ആൻഡ് മെറ്റീരിയലാണ്. ഇറ്റ്സ് കംസ് അണ്ടർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. എന്നാൽ വീട് വയ്ക്കാനുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നത് ഞാനാണ്. ഈ കൺസ്ട്രക്ഷൻ കമ്പനി അവരുടെ വർക്കേഴ്സിനെ മാത്രമാണ് കൊണ്ടുവരുന്നുള്ളൂ, അതായത് അവരെനിക്ക് സർവീസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇതിനെ നമുക്ക് കോൺട്രാക്റ്റ് ഓഫ് വർക്ക് ആൻഡ് മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് കോൺട്രാക്റ്റ് ഓഫ് വർക്ക് ആൻഡ് ലേബർ ആണ്. ഇറ്റ്സ് നോട്ട് കംസ് അണ്ടർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. സെക്ഷൻ 4 സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെല്ലിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, കോൺട്രാക്ട് ഓഫ് സെയിൽ ഗുഡ്സ് ആർ ട്രാൻസ്ഫർ ഫ്രം സെല്ലർ ടു ബയർ വെൻ ദ കോൺട്രാക്ട് ഈസ് മെയ്ഡ്. അതുപോലെ തന്നെ ഇൻ എഗ്രിമെൻറ്റ് ടു സെല്ലാണെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഗുഡ് ഈസ് ടു ബി ടേക്ക് പ്ലേസ് അറ്റ് എ ഫ്യൂച്ചർ ടൈം ഓർ സബ്ജക്റ്റ് ടു സം കണ്ടീഷൻ ദർ ആഫ്റ്റർ ടു ബി ഫുൾഫിൽഡ്. അതായത് എന്തെങ്കിലും കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന എഗ്രിമെൻറ്റ് ടു സെല്ലിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എപ്പോൾ ആ കണ്ടീഷൻ ഫുൾഫില്ല് ചെയ്യുന്നു അപ്പോഴാണ് നമുക്കവിടെ ഒരു സെയിൽ നടന്നു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കപ്പയുടെ കച്ചവടം നടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കച്ചവടക്കാരൻ ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ്, 100 കിലോ കപ്പ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാനത് എടുക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ ഈ കപ്പ വാങ്ങിക്കില്ല എന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 100 കിലോ ഉണ്ടെങ്കിൽ മാത്രം അയാൾക്കത് അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു. അതാണ് ഈ പറയുന്ന കണ്ടീഷൻ ഫുൾഫില്ല് ചെയ്തെങ്കിൽ മാത്രമാണ് അവിടെ ഒരു എഗ്രിമെൻറ്റ് ടു സെല്ല് സെയിലായിട്ട് മാറുന്നുള്ളൂ. ഇനി എന്തൊക്കെയാണ് സെയിലും എഗ്രിമെൻറ്റ് ടു സെയിലും തമ്മിലുള്ള ഡിഫറൻസസ് എന്നാണ് ഈ സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണാം, സെയിലിൽ എപ്പോഴും റിസ്ക് ഉണ്ടാവുന്നത് ബയ്യറിനായിരിക്കും. കാരണം സെയിലിൽ ബയ്യറിൻ്റെ കയ്യിൽ സാധനം എത്തിക്കഴിഞ്ഞു, ഗുഡ്സ് കിട്ടിക്കഴിഞ്ഞു. പിന്നെ അതിന് എന്ത് പ്രശ്നം ഉണ്ടായാലും എന്തുണ്ടെങ്കിലും അത് ബയ്യർ വഹിച്ചോളണം. ഇനി ബയ്യർ എങ്ങാനും കാശ് കൊടുക്കാനായിട്ട് സെല്ലറിന് കാശ് കൊടുക്കാൻ ലേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെല്ലർ ക്യാൻ സ്യൂ ഫോർ പ്രൈസ് ഓർ ഡാമേജസ് ഓർ ബോത്ത് ആണ്. അതുപോലെ ഗുഡ്സ് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടാലും എന്ത് വന്നാലും അതിനെല്ലാം ബയ്യറിന് തന്നെയായിരിക്കും ഇവിടെ ലയബിലിറ്റി വരിക. ഇനി എഗ്രിമെൻറ്റ് ടു സെൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ റിസ്ക് വരുന്നത് സെല്ലറിനാണ്. കാരണം സെല്ലറിൻ്റെ കയ്യിൽ പ്രോപ്പർട്ടി ഇരിക്കുകയാണ്. ഇവിടെ എഗ്രിമെൻറ്റ് ടു സെല്ലാണ് ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ഈ ഗുഡ്സ് സെയിൽ നടക്കുന്നത് വരെ സെല്ലറിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് സെയിൽ നടക്കുന്ന ആ ടൈം വരെ എന്ത് നഷ്ടം ഉണ്ടായാലും ഇവിടെ എല്ലാം ബെയർ ചെയ്യേണ്ടത് സെല്ലർ തന്നെയായിരിക്കും. ഇവിടെ ബയ്യറിന് യാതൊരുവിധ ലയബിലിറ്റീസും ഉണ്ടാവില്ല. ഇനി ഇവിടെ ബയ്യറിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ സെല്ലർ ക്യാൻ സ്യൂ ഫോർ ഡാമേജസ് ഓൺലി ആൻഡ് നോട്ട് ഫോർ ദ പ്രൈസ്. പക്ഷേ നമ്മൾ സെയിലിൽ അങ്ങനെയല്ല കണ്ടത്. സെയിലിൽ പ്രൈസോ അല്ലെങ്കിൽ ഡാമേജസോ അല്ലെങ്കിൽ ബോത്തും ചോദിക്കാം. പക്ഷേ ഇവിടെ ഡാമേജസ് മാത്രമാണ് സ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എഗ്രിമെൻറ്റ് ടു സെല്ലിൽ. ഇനി ഗുഡ്സ് ഏതെങ്കിലും രീതിയിൽ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടാലും അപ്പോഴും സെല്ലറിന് തന്നെയായിരിക്കും ഇവിടെ ലയബിലിറ്റി വരുന്നത്, ബയ്യറിന് ലയബിലിറ്റി ഉണ്ടാവില്ല. സെക്ഷൻ 5 പറയുന്നത് ഫോർമാലിറ്റീസ് ഓഫ് കോൺട്രാക്റ്റിനെ കുറിച്ചിട്ടാണ്. ആസ് പെർ സെക്ഷൻ 5, എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മെയ്ഡ് ബൈ ആൻ ഓഫർ ടു ബൈ ഓർ സെൽ ഗുഡ്സ് ഫോർ എ പ്രൈസ് ആൻഡ് ദ അക്സെപ്റ്റൻസ് ഓഫ് സച്ച് ഓഫർ. സോ ഒരു വാലിഡ് കോൺട്രാക്റ്റിന് വേണ്ട ഓഫർ ടു ബൈ അല്ലെങ്കിൽ ഓഫർ ടു സെല്ലും ദെൻ ആ ഓഫറിൻ്റെ അക്സെപ്റ്റൻസും നടന്നാൽ മാത്രമാണ് അതൊരു കോൺട്രാക്ട് ഓഫ് സെയിലായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. ഇനി സെക്ഷൻ 6 പറയുന്നത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്റ്റിനെ കുറിച്ചിട്ടാണ്. കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് സെക്ഷൻ 2 clause 7 ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഗുഡ്സ് ആയിരിക്കും. പക്ഷേ ഈ ഗുഡ്സ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വണ്ണാണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് സെയിലിൻ്റെ ടൈമിൽ സെല്ലറിൻ്റെ ഓണർഷിപ്പിലും പൊസഷനിലും അതായത് കൈവശമുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഈ എക്സിസ്റ്റിംഗ് ഗുഡ്സിനെ തന്നെ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണാണ് സ്പെസിഫിക് ഗുഡ്സ്. സ്പെസിഫിക്
ഗുഡ്സ് എന്ന് പറയുമ്പോൾ അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ സെല്ലർ ആൻഡ് ബയർ ഗുഡ്സ് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്തതാണെങ്കിൽ ദാറ്റ് ഈസ് സ്പെസിഫിക് ഗുഡ്സ്. ഇനി അൺഅസർട്ടൈൻ ഗുഡ്സ് ഉണ്ട്. ഇറ്റ് മീൻസ് സ്പെസിഫിക് ഗുഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അൺഅസർട്ടൈൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. സെയിൽ ഓഫ് കോൺട്രാക്റ്റിൻ്റെ ടൈമിൽ ഗുഡ്സ് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാതെ തന്നെ എഗ്രി ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ അൺഅസർട്ടൈൻ ഗുഡ്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു ഷോപ്പിൽ ചെന്ന് വെജിറ്റബിൾ നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിയാൽ ആ വെജിറ്റബിൾസ് ഒരു സ്പെസിഫൈഡ് ഗുഡ്സാണ്. അറ്റ് ദ സെയിം ടൈം ഞാൻ മറയൂരിലൊരു ഫാമിൽ നിന്ന് ഫോൺ വിളിച്ച് വെജിറ്റബിൾസ് ഓർഡർ ചെയ്താൽ അത് അൺഅസർട്ടൈൻ ഗുഡ്സാണ്. ബിക്കോസ് ഞാൻ ആ വെജിറ്റബിൾസ് എന്താണ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിലിൽ ഞാൻ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, ദെൻ ഇനി അസർട്ടൈൻ ഗുഡ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ അൺഅസർട്ടൈൻ ഗുഡ്സിനെ കോൺട്രാക്ട് ഓഫ് സെയിലിന് ശേഷം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അതിനെ നമ്മൾ അസർട്ടൈൻ ഗുഡ്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് മറയൂരിൽ നിന്ന് പച്ചക്കറി വരുന്നു, ഞാനത് കണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ അൺഅസർട്ടൈൻ ഗുഡ്സ് അസർട്ടൈൻ ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. കാരണം കണ്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞല്ലോ. ഓക്കെ, സോ ഇതാണ് 3 ടൈപ്പ് ഓഫ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. ദെൻ ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് ഫ്യൂച്ചർ ഗുഡ്സ്. സെക്ഷൻ 2(6) ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് മീൻസ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് ഈ ഗുഡ്സ് എക്സിസ്റ്റിംഗ് ആയിരിക്കില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കർഷകൻ വെജിറ്റബിൾസിൻ്റെ വിത്ത് നട്ടപ്പോൾ തന്നെ ഇതിലുണ്ടാകുന്ന വെജിറ്റബിൾസ് എനിക്ക് വേണം എന്ന് പറയുന്നു. ഇവിടെ വെജിറ്റബിൾസ് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യണം. സോ ഇങ്ങനെയുള്ള ഗുഡ്സ്, അതായത് ഈ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വെജിറ്റബിളാണ്. വെജിറ്റബിൾ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുറപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ഗുഡ്സിനെയാണ് നമ്മൾ ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. Here, future goods are to be manufactured or acquired by the seller after the making of the contract of sale. സോ ഇതൊരു ഫ്യൂച്ചർ ഗുഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ സെല്ലറും ബയറും എൻറ്റർ ചെയ്യുന്നത് ഒരു എഗ്രിമെൻറ്റ് ടു സെല്ലിലായിരിക്കും, അല്ലാതെ സെയിലിലായിരിക്കില്ല. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഗുഡാണ് കണ്ടീജൻറ്റ് ഗുഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഫ്യൂച്ചർ ഗുഡ്. ഇത്തരത്തിലുള്ള ഗുഡ്സിൻ്റെ അക്വിസിഷൻ ബേസ്ഡ് ഓൺ ദ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ആൻ അൺഅസർട്ടൈൻ ഇവൻറ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നെല്ല് കർഷകനോട് ബയർ പറയുകയാണ്, നെക്സ്റ്റ് 3 months നിങ്ങളുടെ പാഡി ഫീൽഡിൽ ഫ്ലഡ് ഉണ്ടായില്ലെങ്കിൽ ഈ വിളവ് ഞാൻ എടുത്തോളാം. ഇവിടെ ഫ്ലഡ് ഉണ്ടാകാതിരിക്കാം. അതൊരു അൺഅസർട്ടൈൻ ഇവൻറ്റ്സ് ആണല്ലോ, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലല്ലോ. ഇങ്ങനെയൊരു അൺഅസർട്ടൈൻ ഇവൻറ്റിനെ ബേസ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ കണ്ടീജൻറ്റ് ഗുഡ് എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 7 പറയുന്നത് ഗുഡ്സ് പെറിഷിംഗ് ബിഫോർ മേക്കിംഗ് ഓഫ് കോൺട്രാക്റ്റ്. ഒരു സ്പെസിഫിക് ഗുഡിൻ്റെ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ നടക്കുന്നു. ഈ ടൈമിൽ വിത്തൗട്ട് ദ നോളജ് ഓഫ് ദ സെല്ലറിൻ്റെ നോളജ് ഇല്ലാതെ ഈ ഗുഡ്സ് പെറിഷ്ഡായി അല്ലെങ്കിൽ നശിച്ചു പോവുകയാണ്. അതായത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആയി പോകുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ ദാറ്റ് കോൺട്രാക്ട് ബിക്കംസ് വോയിഡ്. അതുപോലെ ഗുഡ്സ് നശിക്കുന്നത് ബിഫോർ സെയിൽ ബട്ട് ആഫ്റ്റർ എഗ്രിമെൻറ്റ് ടു സെല്ലാണെങ്കിലും ഈ കോൺട്രാക്റ്റ് വോയിഡാണ് ആസ് പെർ സെക്ഷൻ 8. ഇനി സെക്ഷൻ 9 and 10 പറയുന്നത് അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രൈസിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഗുഡ്സിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, അതാണ് ഈ സെക്ഷനിൽ പറയുന്നത്. സെക്ഷൻ 9 3 ways ടു ഫിക്സ് പ്രൈസ് പറയുന്നുണ്ട്. ദ പ്രൈസ് മേ ബി ഫിക്സ്ഡ് ബൈ ദ കോൺട്രാക്റ്റ് ആവാം, എഗ്രി ടു ബി ഫിക്സ്ഡ് ഇൻ എ മാനർ പ്രൊവൈഡഡ് ബൈ ദ കോൺട്രാക്റ്റ്. അതായത് ഫിക്സ് ചെയ്യുന്നതിന് ഒരു രീതി കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഫിക്സ് ചെയ്യാം. ദെൻ തേർഡ് വൺ പറയുന്നത് പാർട്ടീസിൻ്റെ കോഴ്സ് ഓഫ് ഡീലിങ്ങിനെ ബേസ് ചെയ്തിട്ടും പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഇനി ഈ രീതിയിലൊന്നും ഫിക്സ് ചെയ്തില്ല എങ്കിൽ ബയർ ഈസ് ബൗണ്ട് ടു പേ ടു സെല്ലർ എ റീസണബിൾ പ്രൈസ് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഈ റീസണബിൾ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദാറ്റ് കേസ്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കണ്ടീഷൻസ് ആൻഡ് വാറണ്ടി എന്ന് പറയുന്നത്. എക്സാമിന് മിക്കവാറും ഈ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ് എന്ന്. ഒരു സെയിൽ ഓഫ് ഗുഡ്സ് നടക്കുമ്പോൾ ആ കോൺട്രാക്റ്റിൽ എക്സ്പ്രസ്ലി ആൻഡ് ഇംപ്ലൈഡ്ലി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ലൈക്ക് ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്, ടൈം ഓഫ് കോൺട്രാക്റ്റ്, പ്ലേസ് ഓഫ് കോൺട്രാക്റ്റ് എക്സെട്ര. ഇങ്ങനെയുള്ള റെപ്രസെൻറ്റേഷൻസ് വിച്ച് ബിക്കം പാർട്ട് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഈസ് കോൾഡ് സ്റ്റിപ്പുലേഷൻസ്. Then stipulations which is essential to the main purpose of contract is known as conditions. അതായത് ചില സ്റ്റിപ്പുലേഷൻസ് കോൺട്രാക്റ്റിൻ്റെ നടത്തിപ്പിന് വളരെ അത്യാവശ്യമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റിപ്പുലേഷൻസിനെയാണ് നമ്മൾ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ആളോട് പറയുകയാണ്, എൻ്റെ കയ്യിലൊരു ആൻറ്റി ക്ലോക്ക് ഉണ്ട് എന്ന് പറയുന്നു.
അപ്പോൾ ഇത് കേൾക്കുന്ന ആൾ അയാൾക്ക് ഈ ആൻറ്റിക് കളക്ഷൻസ് ഉള്ള ഒരാളായിരിക്കാം. ആൻറ്റിക് ആണെന്നുള്ളത് കൊണ്ട് മാത്രം എൻ്റെ കയ്യിൽ നിന്ന് ആ ക്ലോക്ക് അയാൾ വിലയ്ക്ക് വാങ്ങിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അയാൾ ആ ക്ലോക്ക് വിലയ്ക്ക് വാങ്ങിക്കുന്നു. വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലാവുകയാണ് ഇതൊരു ആൻറ്റിക് ക്ലോക്ക് അല്ല. അപ്പോൾ അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാം. കാരണം ഈ ബയ്യറെ സംബന്ധിച്ചിടത്തോളം ആ ക്ലോക്ക് ആൻറ്റീക്ക് ആയിരിക്കണം എന്നുള്ളതൊരു കണ്ടീഷനാണിത്. കാരണം വെറുതെ സമയം നോക്കാനാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ക്ലോക്ക് വാങ്ങിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ആൻറ്റീക്ക് എന്നുള്ളതൊരു കണ്ടീഷനാണിരുന്നത്. അപ്പോൾ ആ കണ്ടീഷനാണ് സെല്ലർ ഇവിടെ ബ്രീച്ച് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ കണ്ടീഷൻ ബ്രീച്ച് ചെയ്യപ്പെടുകയാണ്. കണ്ടീഷൻ ബ്രീച്ച് ചെയ്താൽ അഗ്രീഡ് പാർട്ടി ക്യാൻ ടെർമിനേറ്റ് ദ കോൺട്രാക്റ്റ്. അതിപ്പോൾ സെല്ലർ ആവാം, ബയ്യർ ആവാം, ആരാണോ അഗ്രീഡ് പാർട്ടി ദേ ക്യാൻ ടെർമിനേറ്റ് ദാറ്റ് കോൺട്രാക്റ്റ്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ബേക്കറി ബിസിനസ് നടത്തുന്ന ആളുണ്ട്. അയാൾ ദീപാവലി സീസൺ ആയപ്പോൾ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളെ സമീപിച്ചിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ ദീപാവലിക്ക് സ്വീറ്റ്സ് വേണം, നീ അത് ഉണ്ടാക്കി തരണം എന്ന് പറയുന്നു. അയാളത് എഗ്രി ചെയ്യുന്നു. പക്ഷേ ഈ ദീപാവലി സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന ആൾ ബേക്കറിക്കാരന് ഡെലിവറി ചെയ്തത് ദീപാവലി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ബ്രീച്ച് ചെയ്യപ്പെട്ടത്? കണ്ടീഷനല്ലേ. കാരണം ദീപാവലിക്ക് സ്വീറ്റ്സ് കിട്ടുക എന്നുള്ളത് കണ്ടീഷനായിരുന്നു. സ്വീറ്റ്സ് തന്നല്ലോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ദീപാവലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ സ്വീറ്റ്സ് ചോദിച്ചത്. അപ്പോൾ ദീപാവലിയുടെ സമയത്ത് അത് എത്തിക്കണം എന്നുള്ളത് ഇവിടുത്തെ കണ്ടീഷനായിരുന്നു. ആ കണ്ടീഷനാണ് ഈ സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന ആൾ ബ്രീച്ച് ചെയ്തേക്കണത്. അതുകൊണ്ട് തന്നെ ബേക്കറി കടക്കാരന് വേണമെന്നുണ്ടെങ്കിൽ ഈ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഇവിടെ ഒരു കണ്ടീഷനാണ് ബ്രീച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ് വാറണ്ടി എന്ന് നോക്കാം. വാറണ്ടി എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്റ്റിൻ്റെ മെയിൻ പർപ്പസിനോട് കൊളാറ്ററലായിട്ട് അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റിപ്പുലേഷനാണ്. അതുകൊണ്ട് തന്നെ ബ്രീച്ച് ഓഫ് വാറണ്ടി ഉണ്ടായാൽ അഗ്രീഡ് പാർട്ടിക്ക് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദേ ക്യാൻ ക്ലെയിം ഡാമേജസ്. സെക്ഷൻ 12 ക്ലോസ് 3 ഇത് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിളാണ് ബെറ്റിനി വേഴ്സസ് ഗെയ്ഡ കേസ്. ഈ കേസിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കാൻ പോകുന്നു. സോ എല്ലാ പെർഫോമേഴ്സിനോടും 6 ദിവസം മുമ്പ് റിഹേഴ്സലിന് എത്താൻ പറഞ്ഞിരുന്നു. ബട്ട് ഒരു മ്യൂസീഷ്യൻ എത്തിയത് 2 ദിവസം മുന്നെയാണ്. ഇവിടെ മ്യൂസീഷ്യൻ എത്താൻ ലേറ്റായി എന്ന് പറഞ്ഞ് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാം നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ മ്യൂസീഷ്യൻ ലേറ്റ് ആയെങ്കിലും മെയിൻ പ്രോഗ്രാമിന് മുന്നേ എത്തിയിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ബ്രിച്ച് ഓഫ് വാറണ്ടിയാണ്. അഗ്രീഡ് പാർട്ടി ക്യാൻ ക്ലെയിം ഡാമേജസ് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഈ പറയുന്ന മ്യൂസീഷ്യനുമായിട്ടുള്ള കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇതാണ് വാറണ്ടിക്ക് ഒരു എക്സാമ്പിളായിട്ടുള്ളത്. ഇനി സെക്ഷൻ 12 ക്ലോസ് 4 പറയുന്നുണ്ട്, കോൺട്രാക്ട് ഓഫ് സെയിലുള്ള ഒരു സ്റ്റിപ്പുലേഷനിൽ കണ്ടീഷണൽ വാറണ്ടി എന്നത് ഡിപ്പെൻസ് ഇൻ ഈച്ച് കേസ് ഓൺ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ കോൺട്രാക്ട്. അതായത് കോർട്ടിൽ കണ്ടീഷനാണോ വാറണ്ടി ആണോ എന്ന ഡിസ്പ്യൂട്ട് വന്ന് കോർട്ട് ആ കോൺട്രാക്റ്റിൻ്റെ സർക്കംസ്റ്റാൻസസ് ആൻഡ് ഇൻറ്റൻഷൻ ഓഫ് പാർട്ടീസും നോക്കിയാകും ഡിസൈഡ് ചെയ്യുന്നത്. ഇനി സെക്ഷൻ 13 പറയുന്ന വെൻ കണ്ടീഷൻ ടു ബി ട്രീറ്റഡ് ആസ് വാറണ്ടി എന്നുള്ളതാണ്. ചില സിറ്റുവേഷനിൽ കണ്ടീഷനെ വാറണ്ടി ആയിട്ട് കാണാറുണ്ട്. അങ്ങനെ കണ്ടാൽ പിന്നെ വാറണ്ടിയുടെ ബെനിഫിറ്റ് മാത്രമാണ് കിട്ടുള്ളൂ. എന്തെങ്കിലും രീതിയിലുള്ള ബ്രീച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡാമേജസ് ക്ലെയിം ചെയ്യാനേ പറ്റുള്ളൂ. ഇനി ഏതൊക്കെ സിറ്റുവേഷനിലാണ് കണ്ടീഷനെ വാറണ്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ആൻഡ് ദ ഫസ്റ്റ് വൺ പറയുന്നതാണ് ബൈ വേവിയർ. ക്ലോസ് 1 സെക്ഷൻ 13 ക്ലോസ് 1 ഈ ബൈ വേവിയറിനെ കുറിച്ച് പറയുന്നത്. അതായത് ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ സെല്ലർ കുറച്ച് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ബയ്യർ ഈ കണ്ടീഷൻസിനൊരു കണ്ടീഷനായിട്ട് കാണുന്നില്ല, അതൊന്നും സാരില്ല, അല്ലെങ്കിൽ ഇതൊക്കെ വിട്ടുകള എന്നുള്ളൊരു മട്ടിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എന്താണ്, ബയ്യർ ഈ പറയുന്ന കണ്ടീഷൻസിനെ വേവ് ചെയ്യാണ്. അല്ലെങ്കിൽ ബയർ ഓർ സെല്ലർ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ബ്രീച്ച് ചെയ്തിട്ടും കോൺട്രാക്റ്റ് ഒന്നും ടെർമിനേറ്റ് ചെയ്യാതെ ആ ബ്രീച്ചിനൊരു ബ്രീച്ച് ഓഫ് വാറണ്ടി ആയിട്ടാണ് ഏത് സെല്ലർ ഓർ ബയർ ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. ഇതും ഈ ക്ലോസ് 1 പറയുന്ന ഈ കണ്ടീഷൻ വേവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. സോ ഇതൊക്കെയാണ് ബൈ വേവിയർ കണ്ടീഷൻ ടു ബി ട്രീറ്റഡ് ആസ് വാറണ്ടി ആവുന്നത്. ഇനി സിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് മഹാരാഷ്ട്ര ലിമിറ്റഡ് വേഴ്സസ് നാഗ്പൂർ സ്റ്റീൽ ആൻഡ് അലോയ് പ്രൈവറ്റ് ലിമിറ്റഡ് കേസിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സെല്ലർ ഓവർസൈസ്ഡ് ആയിട്ടുള്ള ഗുഡ്സാണ് ബയ്യറിന് കൊടുത്തത്. ബയ്യർ ഇത് മനസ്സിലാക്കിയിട്ട് ഗുഡ് റിജക്റ്റോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണമെന്നോ ഒന്നും പറയാതെ ഗുഡ്സ് കൺസ്യൂം ചെയ്തു. അങ്ങനെ ടോട്ടൽ 60 ലോഡിനായിരുന്നു കോൺട്രാക്റ്റ്. അതിനകത്തൊരു 58 ലോഡിലും ഈ പറയുന്ന കണ്ടീഷൻ ബയ്യർ വേവ് ചെയ്യാണ് ചെയ്തത്. അയാളത് മൈൻഡ് ചെയ്തില്ല, അതൊന്നും കുഴപ്പമില്ല എന്നുള്ള മട്ടിലായിരുന്നു. അവസാനത്തെ 2 ലോഡിൽ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ
ആൾ പറഞ്ഞു, ഇനി പറ്റില്ല, ഞാൻ ഈ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാണ്, ഇങ്ങനെ ഓവർ സൈസ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരു കണ്ടീഷനായിരുന്നു, നിങ്ങളത് ബ്രീച്ച് ചെയ്തു, അതുകൊണ്ട് ഞാൻ ഈ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. പക്ഷേ കോർട്ട് പറഞ്ഞു പറ്റില്ല, കാരണം ഇവിടെ ബയറിൻ്റെ ആക്ഷൻ ഷോസ് ദാറ്റ് ഹി വേവ് ദ കണ്ടീഷൻ ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. അതായത് ആദ്യമേ വന്നപ്പോൾ അയാൾക്കിത് മനസ്സിലായതായിരുന്നു, പക്ഷേ ഹി വേവ്ഡ് ദാറ്റ്. സോ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കോർട്ട് പറഞ്ഞു. ഇനി സെക്ഷൻ 13 ക്ലോസ് 2-ൽ സെക്കൻഡ് സിറ്റുവേഷൻ വിച്ച് ട്രീറ്റ് കണ്ടീഷൻ ആസ് വാറണ്ടിയാണ്. ക്ലോസ് 2 പറയുന്നത് ബൈ ആക്സെപ്റ്റൻസ്. ഈ ആക്സെപ്റ്റൻസ് എന്ന വേർഡ് സെക്ഷൻ 42 ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ബയ്യർ സെല്ലറിൻ്റെ കയ്യിൽ നിന്നും ഒരു പാർട്ട് ഓഫ് ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്യാണ്. കുറച്ച് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കണ്ടീഷൻ ബ്രീച്ച് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നത്. ഇവിടെ പാർട്സ് ഓഫ് ഗുഡ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ബയ്യറിന് ഈ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ എന്നും പറഞ്ഞ് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് വൺസ് അക്സെപ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു ബ്രീച്ച് ഓഫ് കണ്ടീഷനല്ല, ബ്രീച്ച് ഓഫ് വാറണ്ടി ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. ഇതിനൊരു കേസാണ് ഹാർഡി ആൻഡ് കമ്പനി വേഴ്സസ് ഹിലേറൻ ആൻഡ് ഫ്ലവറിൻ്റെ കേസ്. ഈ കേസിൽ സെല്ലറിൻ്റെ കയ്യിൽ നിന്നും വീറ്റ് വാങ്ങിക്കുകയാണ് ബയ്യർ. അതുകൊണ്ട് ഈ വീറ്റ് ഒരു ഹാഫ് ലോഡ് എന്തോ അങ്ങനെ കിട്ടിയ ഉടനെ തന്നെ ബയ്യർ ഇത് തേർഡ് പാർട്ടിക്ക് റീസോൾവ് ചെയ്തു. ദെൻ ബയ്യർ ഫൗണ്ട് ദാറ്റ് ദ വീറ്റ് ഈസ് നോട്ട് അപ് ടു ദ ക്വാളിറ്റി, അത്ര നല്ല വീറ്റ് ആയിരുന്നില്ല എന്നുള്ളത് അപ്പോഴാണ് ബയ്യർ റിയലൈസ് ചെയ്യുന്നത്. സോ ബയ്യർ നോട്ടീസ് ഓഫ് റിജക്ഷൻ സെല്ലർക്ക് അയച്ചു. ഇതെല്ലാം ഒരു 3 days നടന്ന കാര്യങ്ങളാണിരുന്നു. സോ ബയ്യറിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഞാനൊരു റീസണബിൾ ടൈമിനുള്ളിൽ തന്നെ അത് എക്സാമിൻ ചെയ്ത് അത് മോശമാണെന്നൊക്കെ പറഞ്ഞു. അത് എന്നിട്ടാണ് റിജക്ഷൻ പറഞ്ഞത്. അപ്പോൾ ഒരു റീസണബിൾ പീരീഡ് ടൈമിൽ നടന്നുകൊണ്ട് തന്നെ ഈ പറയുന്ന കോൺട്രാക്റ്റ് എനിക്ക് ടെർമിനേറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്നുള്ളതായിരുന്നു ബയ്യറിൻ്റെ വാദം. ബട്ട് കോർട്ട് ഓഫ് അപ്പീൽ ഹെൽഡ് ദാറ്റ് നോട്ടീസ് ഓഫ് റിജക്ഷൻ റീസണബിൾ ടൈമിൽ കൊടുത്തെങ്കിലും ബയ്യർ ആക്സെപ്റ്റ് ചെയ്ത ശേഷം ആയതുകൊണ്ട് ആ നോട്ടീസ് ഓഫ് റിജക്ഷന് എഫക്റ്റ് ഇല്ല എന്നാണ്. ഇവിടെ ബയ്യർ തേർഡ് പാർട്ടിക്ക് റീസെയിൽ ചെയ്തത് വഴി ബയ്യറിൻ്റെ ആക്സെപ്റ്റൻസ് പ്രൂവ് ചെയ്യുകയാണ്. സോ വൺസ് ആക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ പിന്നീട് നോട്ടീസ് ഓഫ് റിജക്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. വേണമെങ്കിൽ ഡാമേജസ് ഒരു വാറണ്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് വേണമെങ്കിൽ സെല്ലർ ക്യാൻ സ്യൂ ദ ഡാമേജസ് ഫ്രം ദ ബയ്യർ. പക്ഷേ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, ബിക്കോസ് ഹി അക്സെപ്റ്റ് ദാറ്റ് കോൺട്രാക്റ്റ്. പക്ഷേ ഈ 13 ക്ലോസ് 2-ലെ സിറ്റുവേഷൻ ആപ്ലിക്കബിൾ ആവണമെങ്കിൽ 2 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ആൻഡ് ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ സെക്ഷൻ 13-ന് കോൺട്രറി ആയിട്ട് അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന രീതിയിൽ ഒരു ക്ലോസ് കോൺട്രാക്റ്റിൽ എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി ഉണ്ടാവാൻ പാടില്ല. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് നോട്ട് സെവറബിൾ, അതായത് കോൺട്രാക്റ്റിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റരുത്. ഇനി എന്താണ് ഇംപ്ലൈഡ് കണ്ടീഷൻസ് എന്ന് നോക്കാം. ഇംപ്ലൈഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ചില കണ്ടീഷൻസ് കോൺട്രാക്റ്റിൽ പാർട്ടി എക്സ്പ്രസ്ലി മെൻഷൻ ചെയ്യണം എന്നില്ല. പക്ഷേ ലോയ്ക്കൊരു പ്രിസംഷൻ ഉണ്ട്, പാർട്ടീസ് എടുത്ത് പറഞ്ഞില്ലെങ്കിലും ഇന്ന കണ്ടീഷൻസ് ഈ കോൺട്രാക്റ്റിൽ ഇംപ്ലൈഡ് ആയിട്ടുണ്ടെന്ന്. അത്തരത്തിലുള്ള കണ്ടീഷൻസിനെയാണ് നമ്മൾ ഇംപ്ലൈഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ ഇംപ്ലൈഡ് കണ്ടീഷൻസ് എന്നാണ് ഈ സ്ലൈഡിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇത് ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത സ്ലൈഡുകളിൽ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ഇംപ്ലൈഡ് കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ. സെക്ഷൻ 14 ക്ലോസ് 8-ലാണ് കുറിച്ച് പറയുന്നത്. ഇവിടെ ടൈറ്റിൽ മീൻസ് ആ ഗുഡ്സിൻ്റെ അവകാശം അല്ലെങ്കിൽ ഓണർഷിപ്പ് എന്നതാണ്. ഇൻ എവറി കോൺട്രാക്ട് ഓഫ് സെയിൽ ദർ ഈസ് ആൻ ഇംപ്ലൈഡ് കണ്ടീഷൻ ഓൺ ദ സെല്ലർ ദാറ്റ് ഫസ്റ്റ് വൺ, ഒരു സെയിൽ നടക്കുവാണെങ്കിൽ സെല്ലറിന് ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പും റൈറ്റ് ടു സെല്ലും ഉണ്ടായിരിക്കും. രണ്ടാമത്തത് ഒരു എഗ്രിമെൻറ്റ് ടു സെല്ലാണെന്നുണ്ടെങ്കിൽ, അതായത് ഫ്യൂച്ചറിലാണ് ഈ സെയിൽ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഗുഡ്സ് പാസ് ചെയ്യുന്ന ടൈമിൽ, അതായത് ആ ഗുഡ്സ് സെല്ലർ ബയറിന് പാസ് ചെയ്യുന്ന ടൈമിൽ സെല്ലറിന് ആ ഗുഡ്സിൻ്റെ മേലിൽ അവകാശം കിട്ടിയിരിക്കണം. ഓക്കെ, അപ്പോൾ എനിക്ക് അവകാശമുള്ളൊരു സാധനം എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ എൻ്റെ ഓണർഷിപ്പിലില്ലാത്തൊരു സാധനം എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ എടുത്ത് പറയണമെന്നൊന്നുമില്ല. ഇനി സെല്ലറിൻ്റെ ടൈറ്റിൽ ഡിഫക്റ്റീവ് ആണെന്ന് കണ്ടെത്തിയാൽ ബയ്യർ ക്യാൻ റിജക്ട് ദാറ്റ് കോൺട്രാക്റ്റ്. റൗലൻഡ് വേഴ്സസ് ദീവാൽ 1923 കേസാണ്. ഈ കേസിൽ ഒരു സ്റ്റോളൻ കാറാണ് ബയ്യർ സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. ബയ്യർ സ്റ്റോളൻ കാറാണെന്ന് അറിഞ്ഞിരുന്നുമില്ല. പക്ഷേ വിത്തിൻ ഫ്യൂ മന്ത്സ് ബയ്യറിൻ്റെ കയ്യിൽ നിന്ന് ഈ കാറ് പോലീസ് സീസ് ചെയ്യാണ്. ഇവിടെ ഡിഫക്റ്റീവ് ടൈറ്റിലുള്ള കാറാണ് സെല്ല് ചെയ്തത്. അതുകൊണ്ട് ബയ്യർ മേ റിക്കവർ ഫുൾ പ്രൈസ് ഫ്രം ദ സെല്ലർ. ഓൾദോ ബയ്യർ കുറച്ച് നാൾ ആ കാറ് ഉപയോഗിച്ചിരുന്നെങ്കിൽ പോലും ഹി വിൽ ഗെറ്റ് ദ ഫുൾ എമൗണ്ട്. ഇനി സെക്കൻഡ് ഇംപ്ലൈഡ് കണ്ടീഷൻ വരുന്നതാണ് സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ. സെക്ഷൻ 15-ലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. മോസ്റ്റ്ലി ഗുഡ്സിൻ്റെ സെയിൽ നടക്കുമ്പോൾ അതിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഈ ഗുഡ്സ് ആ ഡിസ്ക്രിപ്ഷനെ കറസ്പോണ്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം.
അതൊരു ഇംപ്ലൈഡ് കണ്ടീഷനാണ്. അപ്പോൾ ഓൺലൈൻ സൈറ്റിൽ ഗ്രീൻ സാരി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓർഡർ ചെയ്യുകയാണ്. കയ്യിൽ കിട്ടിയപ്പോൾ അത് പിങ്ക് സാരിയാണ്. അപ്പോൾ ഇവിടെ ഗുഡ്സ് ഇസ് നോട്ട് കറസ്പോണ്ടൻറ്റ് ടു ദ ഡിസ്ക്രിപ്ഷൻ. നമുക്ക് ആ സാരി റിജക്റ്റ് ചെയ്യാം. വാർലി വേഴ്സസ് വിപ്പിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതൊരു 2 month ഓൾഡ് മെഷീൻ എന്നും പറഞ്ഞാണ് സെയിൽ നടക്കുന്നത്. എന്നാൽ അത് ഒത്തിരി പഴയ മെഷീനായിരുന്നെന്ന് ബയറിന് കണ്ടപ്പോൾ മനസ്സിലായി. ബയർ ക്യാൻ ടെർമിനേറ്റ് ദ കോൺട്രാക്ട് ബിക്കോസ് ഇറ്റ്സ് എ ബ്രിച്ച് ഓഫ് സെയിൽ ഓഫ് ഡിസ്ക്രിപ്ഷൻ. ഇനി സെയിൽ ബൈ സാമ്പിളാണ് അടുത്ത ഇംപ്ലൈഡ് കണ്ടീഷൻ. സെക്ഷൻ 17 ഇതിനെക്കുറിച്ച് പറയുന്നത്. സെല്ലർ സാമ്പിൾ കാണിച്ചിട്ട് ഗുഡ്സ് സെല്ല് ചെയ്യുകയാണ്. ഇവിടെ ആ സാമ്പിളിനെ കറസ്പോണ്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഗുഡ്സ് എന്നതൊരു ഇംപ്ലൈഡ് കണ്ടീഷനാണ്. അതുപോലെ ബയ്യറിന് ഒരു റീസണബിൾ ഓപ്പർച്യൂണിറ്റി കിട്ടണം ഈ ഗുഡ്സ് സാമ്പിളായിട്ട് കമ്പയർ ചെയ്യാനായിട്ട്. ഗുഡ്സ് ആൻഡ് സാമ്പിൾ കറസ്പോണ്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ബയ്യർ ക്യാൻ റെപ്യൂഡിയേറ്റ് ദാറ്റ് കോൺട്രാക്ട്. ഇനി അടുത്തത് സെയിൽ ബൈ സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ. സെക്ഷൻ 15 ഇതിനെക്കുറിച്ച് പറയുന്നത്. ചിലപ്പോൾ സെയിൽ നടക്കുന്നത് സാമ്പിളിനെയും അതുപോലെ ഡിസ്ക്രിപ്ഷനെയും ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഈ സാമ്പിൾ ആൻഡ് ഡിസ്ക്രിപ്ഷൻ മാച്ച് ചെയ്യണം എന്നതാണ് ഇംപ്ലൈഡ് കണ്ടീഷൻ. ഇനി അടുത്തതാണ് കണ്ടീഷൻ ആസ് ടു ക്വാളിറ്റി ആൻഡ് ഫിറ്റ്നസ്. സെക്ഷൻ 16 ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെല്ലർ ഒരു തടിക്കച്ചവടക്കാരനാണ്. ബയർ എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി സെല്ലറിനോട് പറയുവാണ്, എനിക്ക് വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള തടിയാണ് വേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള തടി സെലക്ട് ചെയ്യാനായിട്ടുള്ള കഴിവ് അല്ലെങ്കിൽ സ്കില്ല് സെല്ലറിനുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ സെല്ലറിൻ്റെ അടുത്ത് പോയേക്കണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര മാത്രമേ, എനിക്ക് വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള തടി വേണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ദർ ഈസ് ആൻ ഇംപ്ലൈഡ് കണ്ടീഷൻ ദാറ്റ് ഗുഡ് ഷാൽ ബി റീസണബിളി ഫിറ്റ് ഫോർ സച്ച് പർപ്പസ്. അപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ സെല്ലറിനൊരു ഡ്യൂട്ടി ഉണ്ട്, ആ ഒരു പർപ്പസിന് റീസണബിളി ഫിറ്റ് ആയിട്ടുള്ളൊരു തടി കൊടുക്കുക എന്നുള്ളത്. അതായത് സെല്ലർ തരുന്ന തടി വീട് പണിക്ക് റീസണബിളി ഫിറ്റ് ആയിരിക്കണം. ഇനി ബയർ വാങ്ങുന്ന ഗുഡ്സിന് ഒരേ ഒരു പർപ്പസേ ഉള്ളൂ എങ്കിൽ ബയർ യൂസ് മെൻഷൻ ചെയ്യണം എന്നില്ല. ആൻഡ് ദാറ്റ് ഗുഡ് ഈസ് റീസണബിളി ഫിറ്റ് ഫോർ ദാറ്റ് പർപ്പസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാനിന് ആകെ ഒരു ഉപയോഗമല്ലേ ഉള്ളൂ, നമുക്ക് കാറ്റ് തരിക. ആ ഒരു ഉപയോഗം അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് റീസണബിളി ഫിറ്റ് ഫോർ ദാറ്റ് പർപ്പസ് അല്ല. ഓക്കെ. ഇനി അടുത്ത ഇംപ്ലൈഡ് കണ്ടീഷനാണ് കണ്ടീഷൻ ആസ് ടു മെർക്കൻറ്റബിലിറ്റി എന്ന് പറയുന്നത്. മെർക്കൻറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റ് ഒന്നുമില്ലാതെ സെയിലിന് ഫിറ്റ് ആയിട്ടുള്ളൊരു ഗുഡ്സ് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഒരു പെന്നാണെങ്കിൽ അതിൻ്റെ പേർപ്പസ് എഴുതുക എന്നുള്ളതാണ്. എഴുതാൻ പറ്റിയില്ലെങ്കിൽ അതിനെ മെർക്കൻറ്റബിൾ എന്ന് പറയാനായിട്ട് പറ്റില്ല. അതുപോലെ എപ്പോഴും ഇൻകറക്റ്റ് ടൈമിൽ കാണിക്കുന്ന ഒരു ക്ലോക്ക്, അതും മെർക്കൻറ്റബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ സെയിൽ നടത്തുന്ന ഗുഡ്സ് എപ്പോഴും മെർക്കൻറ്റബിൾ ആയിരിക്കണം എന്നതൊരു ഇംപ്ലൈഡ് കണ്ടീഷനാണ്. ദെൻ നെക്സ്റ്റ് ഇംപ്ലൈഡ് കണ്ടീഷനാണ് കണ്ടീഷൻ ആസ് ടു ഹോൾസംനെസ്. ഇപ്പോൾ ഒരു ഫുഡ് ഐറ്റം അതിൻ്റെ സെയിലാണെങ്കിൽ ദർ ഈസ് ആൻ ഇംപ്ലൈഡ് കണ്ടീഷൻ ദാറ്റ് ദ ഗുഡ് ഷാൽ ബി ഹോൾസംനെസ്. അതായത് കേടൊന്നും ആവാതെ ഫ്രഷ് ആയിട്ടുള്ള മനുഷ്യന് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം എന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇംപ്ലൈഡ് കണ്ടീഷൻസ് വരുന്നത്. പക്ഷേ ഈ ലാസ്റ്റ് പറഞ്ഞ കണ്ടീഷൻ ആസ് ടു ക്വാളിറ്റി ഓർ ഫിറ്റ്നസ്, അതുപോലെ കണ്ടീഷൻ ആസ് ടു മെർക്കൻറ്റബിലിറ്റി, കണ്ടീഷൻ ആസ് ടു ഹോൾസംനെസ്, ഇതിന് ഒരു എക്സെപ്ഷനുണ്ട്. ആ എക്സെപ്ഷനാണ് കവിയറ്റ് എംറ്റർ എന്ന് പറയുന്നത്. കവിയറ്റ് എംറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെറ്റ് ദ ബയ്യർ ബി ഫെയർ, അതായത് ബയ്യർ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ മുന്നേ പറഞ്ഞ ഈ ഇംപ്ലൈഡ് കണ്ടീഷൻസ് ഉണ്ടല്ലോ, കണ്ടീഷൻ ആസ് ടു ക്വാളിറ്റി ഓർ ഫിറ്റ്നസ്, കണ്ടീഷൻ ആസ് ടു ഹോൾസംനെസ്, കണ്ടീഷൻ ആസ് ടു മെർക്കൻറ്റബിലിറ്റി. അപ്പോൾ ഇതൊക്കെ ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ബയ്യറിനൊരു ഡ്യൂട്ടി ഉണ്ട്. താൻ വാങ്ങിക്കുന്ന ഗുഡ്സ് അത് തൻ്റെ ആവശ്യത്തിന് ഫിറ്റാണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളൊരു ഡ്യൂട്ടി എപ്പോഴും ബയ്യറിനുണ്ട്. അതായത് ഒരു ഗുഡ്സ് കണ്ടാൽ ബയ്യർ അത് ഒരു റീസണബിൾ എക്സാമിനേഷൻ നടത്തണം. എന്നിട്ട് അത് തൻ്റെ പർപ്പസിന് നല്ലതാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ഇവാലുവേഷനൊക്കെ നടത്തിയിട്ട് ബയ്യർ ഒരു റോങ് സെലക്ഷൻ നടത്തുവാണെങ്കിൽ പിന്നെ നമുക്ക് സെല്ലറിനെ പോയി സ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പം നമ്മളൊരു കടയിൽ ചെല്ലുന്നു, ഒരു ബ്രെഡ് എടുക്കുന്നു, ആ ബ്രെഡ് പൂത്തൊരു ബ്രെഡ് എടുത്തിട്ട് ഞാനത് സെലക്ട് ചെയ്ത് വന്നിട്ട് പിന്നെ അത് കണ്ടീഷൻ ആസ് ടു ഹോൾസംനെസ്സിനെതിരാണെന്ന് പറഞ്ഞ് എനിക്ക് കേസ് കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം ഞാനൊരു റീസണബിൾ എക്സാമിനേഷൻ നടത്തുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. പൂപ്പലുണ്ടായിരുന്നുള്ളത് എവിഡൻ്റ് ആയിരുന്നു, എന്നിട്ട് ഞാനത് എടുത്തുകൊണ്ട് പോകുന്നു. സോ അങ്ങനെ ഉള്ള ഒരു സെലക്ഷൻ ഞാൻ നടത്തിയിട്ട് എനിക്ക് സെല്ലറിനെ സ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. കവിയറ്റ് എംറ്റർ പണ്ട് മുതൽ നിലനിൽക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ്. ഈ മാക്സിം കൂടുതലും ആപ്ലിക്കബിൾ ആവുന്നത് ഓപ്പൺ മാർക്കറ്റിൽ നടക്കുന്ന
ഗുഡ്സിൻ്റെ സെയിലിനാണ്. അവിടെ ആകുമ്പോൾ ബയറിന് നേരിട്ട് ഗുഡ്സ് കണ്ട് നല്ലത് നോക്കി വാങ്ങാമല്ലോ. എന്നാൽ ഈ കവിയറ്റ് എംപ്റ്ററിനേക്കാളും ഇന്നത്തെ കാലത്ത് പ്രിവെയിൽ ചെയ്യുന്നത് കവിയറ്റ് വെൻഡിറ്റോറാണ്. അതായത് സെല്ലർ ബിവയർ. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പം കൂടുതൽ സെയിൽ നടക്കുന്നത് ഓപ്പൺ മാർക്കറ്റിലല്ല, ഓൺലൈനായിട്ടൊക്കെയാണ്. നമ്മളെല്ലാവരും തന്നെ ഓൺലൈനായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് സാധനങ്ങൾ ഒരിക്കലും നേരിട്ട് കണ്ട് വാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സെല്ലർ ടു ബിവയർ ആൻഡ് കെയർഫുൾ ബിഫോർ സെല്ലിംഗ് ദ ഗുഡ്സ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഇംപ്ലൈഡ് വാറണ്ടീസ്. ഇംപ്ലൈഡ് കണ്ടീഷൻ ഉള്ളതുപോലെ തന്നെ ഇംപ്ലൈഡ് വാറണ്ടീസും ഉണ്ട്. എന്തൊക്കെയാണ് ഈ ഇംപ്ലൈഡ് വാറണ്ടീസ് എന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് വാറണ്ടി ഓഫ് ക്വൈറ്റ് പൊസഷൻ. സെക്ഷൻ 14 ക്ലോസ് ബിയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ബയറിന് ഗുഡ്സ് കിട്ടിയ ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതെ തൻ്റെ പൊസഷൻ എൻജോയ് ചെയ്യാനായിട്ട് ബയറിന് സാധിക്കണം. ഇഫ് ബയർ ഈസ് ഡിസ്റ്റർബ്ഡ് ഇൻ ദ എൻജോയ്മെൻറ്റ് ഓഫ് ദ ഗുഡ്സ് ഹി ക്യാൻ ക്ലെയിം ഡാമേജസ് ഫ്രം ദ സെല്ലർ. ഇനി സെക്കൻഡ് ഇംപ്ലൈഡ് വാറണ്ടിയാണ് വാറണ്ടി ഫ്രീ ഫ്രം എൻകംബറൻസ്. ക്ലോസ് സിയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഗുഡ് ഷാൽ ബി സോ ഫ്രീ ഫ്രം എനി ചാർജ് ഓർ എൻകംബറൻസ് ഇൻ ഫേവർ ഓഫ് എനി തേർഡ് പാർട്ടി. അതായത് തേർഡ് പാർട്ടിക്ക് ഈ ഗുഡ്സിൻ്റെ മേലെ എന്തെങ്കിലും അവകാശമുണ്ടെന്ന് പ്രൂവ് ആയാൽ ബയർ ക്യാൻ ക്ലെയിം ഡാമേജസ് ഫ്രം ദ സെല്ലർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു കാറ് സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് സെല്ലർ ഈ കാറ് ബാങ്കിൽ പണയം വെച്ചിരിക്കുന്നതാണെന്ന്. അപ്പോൾ ബാങ്ക് എന്ന തേർഡ് പാർട്ടിക്ക് ഈ കാറിൽ ഒരു അവകാശം വരികയാണ്. സോ ഇങ്ങനെ വന്നാൽ എനിക്ക് സെല്ലറിൻ്റെ കയ്യിൽ നിന്നും ഡാമേജസ് വാങ്ങാൻ പറ്റും. ബട്ട് ഈ പണയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ചാർജ് ഓർ എൻകംപ്രൻസിനെ കുറിച്ച് സെല്ലർ ബയറിനോട് പറഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നോട്ടീസ് കൊടുത്തിരുന്നുവെങ്കിൽ ബയറിന് ഡാമേജ് വാങ്ങിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്രയാണ് ഇംപ്ലൈഡ് വാറണ്ടീസിൽ വരുന്നത്. ഇനി ഇംപ്ലൈഡ് വാറണ്ടീസ് ആൻഡ് കണ്ടീഷൻസ് എക്സ്ക്ലൂഡ് ആവുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബൈ എക്സ്പ്രസ് എഗ്രിമെൻറ്റ്. ഒരു എഗ്രിമെൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ പറയുന്ന ഇംപ്ലൈഡ് വാറണ്ടീസും കണ്ടീഷൻസും ഒന്നും വേണ്ട എന്നവർ എക്സ്പ്രസ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ ഈ പറയുന്ന ഇംപ്ലൈഡ് വാറണ്ടീസും കണ്ടീഷൻസും അവർക്ക് ആപ്ലിക്കബിൾ അല്ല. അതുപോലെ തന്നെ ബൈ കോഴ്സ് ഓഫ് ഡീലിംഗ് ബിറ്റ്വീൻ പാർട്ടീസ്. തേർഡ് വൺ, ബൈ എ യൂസേജ് ബൈൻഡിങ് ബോത്ത് ദ പാർട്ടീസ്. അപ്പോൾ ഈ 3 സിറ്റുവേഷൻസിലാണ് ഇംപ്ലൈഡ് വാറണ്ടീസ് ആൻഡ് കണ്ടീഷൻസ് എക്സ്ക്ലൂഡ് ആവുന്നത്. എപ്പോഴാണ് ഗുഡ്സ് സെല്ലർ ടു ബയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് ഈ പോർഷനിൽ പറയുന്നത്. സെക്ഷൻ 18 സേസ് അബൌട്ട് ഗുഡ് മസ്റ്റ് ബീൻ അസർട്ടൈൻ. എന്താണ് അസർട്ടൈൻ ആൻഡ് അൺഅസർട്ടൈൻ ഗുഡ്സ് എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. ബയർ വാങ്ങുന്നതിന് മുന്നേ കണ്ട് ബോധ്യപ്പെടാത്ത ഗുഡ്സിനെയാണ് അൺഅസർട്ടൈൻ ഗുഡ്സ് എന്ന് പറയുന്നത്. ഈ അൺഅസർട്ടൈൻ ഗുഡ്സ് പിന്നീട് ബയർ കണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് അസർട്ടൈൻ ഗുഡ്സായിട്ട് മാറുകയാണ്. അപ്പോൾ സെക്ഷൻ 18 പറയുന്നത് ഗുഡ്സ് അൺഅസർട്ടൈൻഡ് ആണ്, പിന്നീട് ബയർ വന്ന ആ ഗുഡ്സ് കണ്ട് ബോധ്യപ്പെട്ടു, ആ മൊമെൻറ്റിൽ അത് അസർട്ടൈൻ ഗുഡ്സ് ആവുകയാണ്. അസർട്ടൈൻ ഗുഡ്സ് ആയി കഴിഞ്ഞാലാണ് ഈ ഗുഡ്സ് ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്ന് പറയുക. സെക്ഷൻ 19 സേസ് അബൌട്ട് പ്രോപ്പർട്ടി പാസസ് വെൻ ഇൻറ്റൻറ്റഡ് ടു പാസ്. അതായത് ഗുഡ്സ് സ്പെസിഫിക് ആൻഡ് അസർട്ടൈൻ ഗുഡ്സ് ആണെങ്കിൽ ഗുഡ്സ് എപ്പോൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു എന്നത് പാർട്ടീസിൻ്റെ ഇൻറ്റൻഷൻ നോക്കിയാണ് മനസ്സിലാവുന്നത്. ഇനി ഇൻറ്റൻഷൻ എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ആയിരിക്കാം. അതറിയാൻ ടേംസ് ഓഫ് കോൺട്രാക്റ്റ് നോക്കാം, അല്ലെങ്കിൽ കണ്ടക്ട് ഓഫ് പാർട്ടീസ് നോക്കാം, അല്ലെങ്കിൽ ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ സർക്കംസ്റ്റാൻസസ് ഓഫ് ദ കേസ് ആകാം. ഇനി ഇതിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സെക്ഷൻ 20 to 24 ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനെ ബേസ് ചെയ്താണ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ സെക്ഷൻ 20 to 24 പറയുന്നതിന് മുന്നേ 2 കേസ് പറയാം. ഒന്ന് സാഗർ വെയർഹൗസിംഗ് കോർപ്പറേഷൻ. ഈ കേസിൽ കോൺട്രാക്ട് ഓഫ് സെയിലിൽ പറയുന്നുണ്ട് ദ പ്രോപ്പർട്ടി വാസ് ടു പാസ് ടു ബയർ ഒൺലി അപ്പോൺ പേയ്മെൻറ്റ് ഓഫ് സെയിൽ കൺസിഡറേഷൻ. അപ്പോൾ ഇവിടെ ബയ്യർ ഹാഫ് പേയ്മെൻറ്റേ കൊടുത്തിട്ടുള്ളൂ. സോ കോർട്ട് പറയുകയാണ് ഗുഡ്സ് ഹാഡ് നോട്ട് പാസ് ടു ദ ബയർ ആൻഡ് കണ്ടിന്യൂ ടു വെസ്റ്റ് ഇൻ ദ സെല്ലർ. ഇനി അടുത്ത കേസ് റാം പർച്ചേസ് സൊസൈറ്റി കേസാണ്. ഈ കേസിൽ ഗുഡ്സ് കയറ്റി വിടാനുള്ള റെയിൽവേ ടിക്കറ്റൊക്കെ സെല്ലർ എടുത്തു. എന്നിട്ട് ഈ ടിക്കറ്റ് ബാങ്കറിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു എപ്പോൾ ബയ്യർ പ്രൈസ് പേ ചെയ്യുന്നു അപ്പോൾ റെസിപ്റ്റ് ഹാൻഡ് ഓവർ ചെയ്താൽ മതി. So it was held that the property in the goods did not pass until the price was paid. In section 20 to 24 എന്താണെന്ന് നോക്കാം. Section 20 says about sale of specific goods in a deliverable state. ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആകാൻ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് വൺ ഇസ് ദ കോൺട്രാക്ട് മസ്റ്റ് ബി അൺകണ്ടീഷണൽ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ദ കോൺട്രാക്ട് മസ്റ്റ് ബി ഫോർ ദ സെയിൽ ഓഫ് സ്പെസിഫിക് ഗുഡ്. ആൻഡ് തേർഡ് വൺ ദ ഗുഡ്സ് മസ്റ്റ് ബി ഇൻ എ ഡെലിവറബിൾ സ്റ്റേറ്റ്.
ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ കുറച്ച് ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റിയ മരക്കഷ്ണങ്ങളുണ്ട്. നിങ്ങളത് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ തമ്മിലൊരു എമൗണ്ട് പറഞ്ഞ് കച്ചവടം സെറ്റാക്കി. ബട്ട് ഈ മരക്കഷ്ണം എടുക്കാതെ നിങ്ങൾ പോയി. ഈ തടി എടുക്കാതെയാണ് നിങ്ങൾ പോയതെങ്കിൽ പോലും ഇവിടെ നിങ്ങളിലേക്ക് തടിയുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ബിക്കോസ് സെക്ഷൻ 20 എല്ലാ കണ്ടീഷൻസും നിങ്ങൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കണ്ടീഷനൊന്നും വെച്ചിട്ടുമില്ല. ഇവിടെ സെയിൽ നടന്നിരിക്കുന്നത് ഒരു സ്പെസിഫിക് ഗുഡിനെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ തേർഡ് വൺ, അതൊരു ഡെലിവറബിൾ സ്റ്റേറ്റിലായിരുന്നു. എപ്പോൾ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ പാകത്തിന് തടിക്കഷ്ണം അവിടെ റെഡി ആയിട്ട് ഇരിക്കുമായിരുന്നു. ഇനി പ്രൊവിൻഷ്യൽ ഓട്ടോമൊബൈൽ കമ്പനിയുടെ കേസിൽ പാർക്കിംഗ് ലോട്ടിലുള്ള കാറിൻ്റെ സെയിൽ നടക്കുന്നു. അപ്പോൾ പാർക്കിംഗ് ലോട്ടിൽ പോയി ബയ്യർ കാറ് കണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാലേ അതൊരു സ്പെസിഫിക് ഗുഡാണെന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ എന്താണ് ഡെലിവറബിൾ സ്റ്റേറ്റ് എന്നും പറയാം. സെക്ഷൻ 2 Clause 3 ഡിഫൈൻസ് ഡെലിവറബിൾ സ്റ്റേറ്റ്. അതൊരു എക്സാമ്പിളാക്കി പറയാം എന്താണ് ഈ ഡെലിവറബിൾ സ്റ്റേറ്റ് എന്ന്. ഒരു റെനോവേറ്റഡ് കാറ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാമെന്ന് ഞാൻ പറയുന്നു. പറഞ്ഞ കാറ് റെനോവേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ കാർ ഒരു ഡെലിവറബിൾ സ്റ്റേറ്റിലല്ല. അത് റെനോവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് ഡെലിവറബിൾ സ്റ്റേറ്റിലാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ പെയിൻ്റ് അടിച്ച് കാറ് തരാമെന്ന് പറയുന്നു. എപ്പോഴാണോ അതിൻ്റെ പെയിൻ്റ് അടി തീരുന്നത് അപ്പോഴാണ് അത് ഒരു ഡെലിവറബിൾ സ്റ്റേറ്റിലേക്ക് ആവുന്നുള്ളൂ. അപ്പോൾ സെക്ഷൻ 20 പറയുന്ന ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയാൽ പിന്നെ ടൈം ഓഫ് പേയ്മെൻറ്റ് ഓർ ടൈം ഓഫ് ഡെലിവറി ഒക്കെ ഇമ്മെറ്റീരിയൽ ആയിരിക്കും. ഇനി നമുക്ക് സെക്ഷൻ 21 എന്താ പറയുന്നത് നോക്കാം. ഇറ്റ്സ് ഡീൽസ് അബൌട്ട് സ്പെസിഫിക് ഗുഡ്സ് ടു പുട്ട് ഇൻ ടു എ ഡെലിവറബിൾ സ്റ്റേറ്റ്. ഈ സെക്ഷൻ പറയുന്നത് കോൺട്രാക്റ്റ് ഓഫ് സെയിലിലുള്ള ഗുഡ്സ് സ്പെസിഫിക് ആണ്, ബട്ട് നോട്ട് ഇൻ എ ഡെലിവറബിൾ സ്റ്റേറ്റ്. അതായത് സെല്ലർ ഹാസ് ടു ഡു സംതിങ് ടു ദ ഗുഡ്സ് ടു പുട്ട് ദം ഇൻ എ ഡെലിവറബിൾ സ്റ്റേറ്റ്. നമ്മൾ ആദ്യമേ പറഞ്ഞു പെയിൻ്റ് അടിക്കുന്ന കാര്യം. സെല്ലർ പെയിൻ്റ് അടിച്ചാൽ മാത്രമേ അത് ഡെലിവറബിൾ സ്റ്റേറ്റിലേക്ക് ആവുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ സെല്ലർ തൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ബയ്യർ അത് വന്ന് കണ്ടതിന് ശേഷം മാത്രമേ ഗുഡ്സ് ബയ്യറിന് പാസ് ചെയ്തു എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ലക്ഷ്മി നിവാസ് റൈസ് മിൽസിൻ്റെ കേസിൽ ഗുഡ്സ് ഡെലിവറബിൾ സ്റ്റേറ്റിലാകാൻ സെല്ലർ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ റൈസ് ബാഗിലാക്കണം, റെയിൽവേയിൽ ബുക്ക് ചെയ്യണം, വാഗൺ അവൈലബിൾ ആകുമ്പോൾ ഈ ഗുഡ്സ് ഡിസ്പാച്ച് ചെയ്യണം, ദെൻ ഫൈനലി ഡെലിവറി ഓഫ് റെയിൽവേ ടിക്കറ്റ്. അപ്പോൾ സെല്ലർ റൈസൊക്കെ ബാഗിലാക്കി റെയിൽവേ ടിക്കറ്റും ബുക്ക് ചെയ്തു. പക്ഷേ റീസണബിൾ ടൈം പീരീഡിൽ വാഗൺ കിട്ടിയില്ല. സോ കോർട്ട് ഹെൽഡ് ദാറ്റ് സിൻസ് ദ പ്രോപ്പർട്ടി നോട്ട് പാസ് ടു ദ ബയർ, ദ സെല്ലർ കുഡ് നോട്ട് സ്യൂ ദം because seller failed to get the wagon for dispatching the rice which was necessary to put the goods in a deliverable state. ഇനി സെക്ഷൻ 22 ഗുഡ്സ് സ്പെസിഫിക്കുമാണ് ഡെലിവറബിൾ സ്റ്റേറ്റിലുമാണ്. പക്ഷേ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് സെല്ലർ ഹാസ് ടു ഡു സംതിങ് ലൈക്ക് വെയിറ്റ് നോക്കുക, മെഷർ ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് പ്രൈസ് അസർട്ടൈൻ ചെയ്ത് കഴിഞ്ഞ് ബയ്യർ അത് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഗുഡ്സ് ബയ്യറിലേക്ക് പാസ്സാവുന്നത്. സമൺ വേഴ്സസ് സ്വിഫ്റ്റിൻ്റെ കേസ് നോക്കാം. ഈ കേസിൽ ബാർക്കിൻ്റെ സെയിലായിരുന്നു. തടിയുടെയൊക്കെ ബാർക്കുണ്ടല്ലോ. അപ്പോൾ ബാർക്കിൻ്റെ വെയിറ്റ് നോക്കിയാണ് പ്രൈസ് അസർട്ടൈൻ ചെയ്യുന്നത്. പകുതി വെയിറ്റ് നോക്കി ബയർ അത് എടുത്തുകൊണ്ട് പോയി. ബാക്കി ഒരു ഫ്ലഡ് വന്നപ്പോൾ നശിച്ചുപോയി. അപ്പോൾ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ലോസ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ കോർട്ട് ഹെൽഡ് ദാറ്റ് സെല്ലർ വുഡ് ബെയർ ദ ലോസ് ബിക്കോസ് നശിച്ചു പോയത് വെയിറ്റ് നോക്കി പ്രൈസ് അസർട്ടൈൻ ചെയ്യാത്തത് കൊണ്ട് ഗുഡ്സ് ബയ്യറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സെല്ലർ തന്നെ ലോസ് സഫർ ചെയ്യണം എന്ന് പറഞ്ഞു. സെക്ഷൻ 23 says about sale of uncertain goods and appropriation. അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക അല്ലെങ്കിൽ സെപ്പറേഷൻ. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 100 കിലോ അരിയുണ്ട്. നിങ്ങൾ എന്നോടൊരു 10 കിലോ അരി വാങ്ങിക്കുന്നു. ഞാൻ ഈ ബൾക്കായിട്ടുള്ള 100 കിലോയിൽ നിന്ന് നിങ്ങളുടെ 10 കിലോ കവറിലാക്കി മാറ്റി വെച്ചാലാണ് ഇവിടെ അപ്രോപ്രിയേഷൻ വന്നു എന്ന് പറയുക, അല്ലെങ്കിൽ സെപ്പറേഷൻ നടന്നു എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ സെക്ഷൻ 18 നമ്മൾ പറഞ്ഞതാണ് അൺഅസർട്ടൈൻ ഗുഡ്സ് ട്രാൻസ്ഫർ ആകാൻ അത് ഫസ്റ്റ് അസർട്ടൈൻ ഗുഡ്സ് ആയിട്ട് മാറണം. അതുപോലെ ഫ്യൂച്ചർ ഗുഡ്സ് ബൈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്ലാവിൽ ഉണ്ടാകാൻ പോകുന്നത് നല്ല മുഴുത്ത തേൻവരിക്ക ചക്കയാണ്. അതൊരു ഫ്യൂച്ചർ ഗുഡ്സ് ബൈ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ ഇതുപോലെയുള്ള അൺഅസർട്ടൈൻ ഗുഡ്സ് ഓർ ഫ്യൂച്ചർ ഗുഡ്സ് ബൈ ഡിസ്ക്രിപ്ഷൻ അസർട്ടൈൻ ആയി അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞ പോലെ എല്ലാം സെറ്റായി ആൻഡ് ഡെലിവറബിൾ സ്റ്റേറ്റിലുമാണ്. Thereafter, they must be conditionally appropriated to the contractor. അതായത് ഒരു ലാർജ് ക്വാണ്ടിറ്റിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഗുഡ്സ് ബയ്യറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ അപ്രോപ്രിയേഷൻ സെല്ലർ ഓർ ബയ്യറിനും ചെയ്യാം.
ബട്ട് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓപ്പോസിറ്റ് പാർട്ടി. അതായത് സെല്ലറാണ് അപ്രോപ്രിയേഷൻ ചെയ്യണമെങ്കിൽ ബയ്യറിൻ്റെ കൺസെൻറ്റ് വേണം, ബയ്യർ ആണെങ്കിൽ സെല്ലറിൻ്റെ കൺസെൻറ്റ് വേണം. അപ്പോൾ കൺസെൻറ്റ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ആകാം. അതുപോലെ ബിഫോർ ഓർ ആഫ്റ്റർ ദ അപ്രോപ്രിയേഷൻ ഈ കൺസെൻറ്റ് കിട്ടിയാലും മതി. ഹെയ്ലി വേഴ്സസ് ഹൗലറ്റ് ആൻഡ് സൺസിൻ്റെ കേസിൽ കോൺട്രാക്ട് ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ബയർ ഈസ് ഫോർ 20 ബോക്സസ് ഓഫ് ഫിഷ് ആയിരുന്നു. അപ്പോൾ സെല്ലർ തൻ്റെ ഏജൻറ്റിന് ഒരു 122 ബോക്സസ് ഓഫ് ഫിഷ് സെൻഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇതിൽ 20 ബോക്സസ് നമ്മുടെ ബയറിന് കൊടുത്തേക്കണം എന്ന്. ഏജൻറ്റിൻ്റെ അടുത്ത് ബോക്സ് എത്താൻ കുറച്ച് ഡിലേ വന്നു. ബട്ട് ബോക്സ് കിട്ടിയ ഉടനെ ഏജൻറ്റ് ബയറിനുള്ള 20 ബോക്സസ് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്തു. അതായത് അപ്രോപ്രിയേഷൻ ഇവിടെ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഡിലേ വന്നതുകൊണ്ട് തന്നെ ഏജൻറ്റിൻ്റെ കയ്യിൽ എത്തിയപ്പോഴേക്കും ഈ ഫിഷ് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. സോ ബയറിൻ്റെ കയ്യിൽ ചീത്ത ഫിഷ് എത്തിക്കഴിഞ്ഞപ്പോൾ ബയർ പേയ്മെൻറ്റ് റെഫ്യൂസ് ചെയ്തു. കോർട്ട് പറഞ്ഞു ഇവിടെ ബിഫോർ അപ്രോപ്രിയേഷൻ ഈ ഫിഷ് ചീത്തയായിട്ടുണ്ട്. സോ ബയർ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ ലോസ് ആൻഡ് നോ നീഡ് ടു പേ ദ ഫിഷ് എന്ന് പറഞ്ഞു. ഇനി കരീഷാമിനെ കേസ്, ഈ കേസിൽ ഹോൾ ബൾക്ക് ഓഫ് ഗുഡ്സ് കൊടുത്തത് സെയിം ബയറിന് തന്നെയായിരുന്നു. പക്ഷേ അണ്ടർ 2 ഡിഫറെൻറ്റ് കോൺട്രാക്റ്റ് ആയിരുന്നു. സോ ഒരു ഇഷ്യൂ വന്നപ്പോൾ ബയർ പറഞ്ഞു 2 ഡിഫറെൻറ്റ് കോൺട്രാക്റ്റ് ആയതുകൊണ്ട് ഗുഡ്സ് സെപ്പറേറ്റ് ചെയ്യണമായിരുന്നു. എനിക്ക് 2 കോൺട്രാക്റ്റിൽ പെട്ട ഗുഡ്സ് ഒരുമിച്ചാണ് തന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്രോപ്രിയേഷൻ നടക്കാത്തതുകൊണ്ട് ഈ ഗുഡ്സ് ബയറായി എന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല എന്ന് ബയർ ആർഗ്യൂ ചെയ്തു. പക്ഷെ കോർട്ട് പറഞ്ഞു സെയിം ബയർ ആയതുകൊണ്ട് അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് ഈസ് നോട്ട് നെസസറി എന്ന്. ഇനി സെക്ഷൻ 24 ആണ്. ഗുഡ്സ് സെൻറ്റ് ഓൺ അപ്രൂവൽ ഓർ ഓൺ സെയിൽ ഓർ റിട്ടേൺ. ചിലപ്പോൾ ഗുഡ്സ് ബയറിന് കൊടുക്കുന്നത് ഒരു അപ്രൂവൽ കിട്ടാനായിരിക്കും. ബയറിന് ഇഷ്ടപ്പെട്ടാൽ ആ ഗുഡ്സ് എടുക്കാം, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം. നമ്മൾ ചില ഓൺലൈൻ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അങ്ങനെയല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഗുഡ്സിൻ്റെ ട്രാൻസ്ഫർ എപ്പോഴാണ് നടക്കുന്നത് എന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത്. ഇത് ക്ലോസ് 1 പറയുന്നത് ഗുഡ്സ് ബയർ അക്സെപ്റ്റ് ചെയ്തു എന്ന് സെല്ലറിനോട് പറയുന്നു, അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി ആയാലും മതി. അപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കാം ബയറിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ആയോ എന്ന്. ക്ലോസ് 2 പറയുന്നത് അപ്രൂവൽ ഓർ അക്സെപ്റ്റൻസ് സെല്ലറിനോട് സിഗ്നിഫൈ ചെയ്തില്ല, ബട്ട് നോട്ടീസ് ഓഫ് റിജക്ഷൻ കൊടുത്തതുമില്ല. അതുപോലെ ഒരു ഫിക്സഡ് ടൈം പീരീഡിൽ അല്ലെങ്കിൽ ഒരു റീസണബിൾ ടൈം പീരീഡിൽ ഗുഡ്സ് റിട്ടേൺ ചെയ്തില്ല. ദെൻ ഇറ്റ് ഈസ് കൺസിഡർഡ് ദാറ്റ് പ്രോപ്പർട്ടി പാസസ് ടു ദ ബയർ. ഇപ്പോൾ ഈ ഓൺലൈൻ പർച്ചേസ് ഒക്കെ ആണെങ്കിൽ റിട്ടേൺ പീരീഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഗുഡ്സ് ഹോൾഡ് ചെയ്താൽ അതിനെ അക്സെപ്റ്റൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സെയിം തന്നെയാണ് ക്ലോസ് 2-ലും പറയുന്നത്. ഈ കിർക്കാം വേഴ്സസ് ആറ്റൻബോറോ കേസിൽ കിർക്കാം ഒരു ജ്വല്ലറി മാനുഫാക്ചറാണ്. പുള്ളി കുറച്ച് ജ്വല്ലറി ഓൺ സെയിൽ ഓർ റിട്ടേൺ വ്യവസ്ഥയിൽ വിൻ്ററിൽ കൊടുക്കുന്നു. വിൻ്റർ ഈ ജ്വല്ലറി ആറ്റൻബോറോയ്ക്ക് പണയം വെച്ചു. ജ്വല്ലറിയുടെ കാശ് കിട്ടാൻ കേസ് വന്നപ്പോൾ കിർക്കാം ആറ്റൻബോറോനെ സ്യൂ ചെയ്യുകയാണിരുന്നത്. അപ്പോൾ കോർട്ട് പറഞ്ഞു ഇവിടെ ക്യാഷ് കൊടുക്കേണ്ടത് വിൻ്ററാണ്. ജ്വല്ലറി പ്ലെഡ്ജ് ചെയ്തതിലൂടെ വിൻ്റർ ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. സോ ഇവിടെ ഗുഡ്സ് കിർക്കാമിൽ നിന്ന് വിൻ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലയബിലിറ്റി മുഴുവൻ വിൻ്ററിനാണ്, അല്ലാണ്ട് ആറ്റൻബോറോയിലേക്ക് ആ റെസ്പോൺസിബിലിറ്റി വരില്ല. ജെൻ വേഴ്സസ് വിങ്കലിൻ്റെ കേസും ഒരു സിമിലർ ആയിട്ടുള്ളൊരു കേസ് തന്നെയാണ്. എൽഫിക് വേഴ്സസ് ബാർണറിൻ്റെ കേസിൽ സെല്ലർ ഒരു ഹോഴ്സിനെ ബയറിന് കൊടുക്കുകയാണ്. ഒരു 8 days ഹോഴ്സിനെ ഉപയോഗിച്ച് നോക്കി ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കോ എന്നാണ് സെല്ലർ പറഞ്ഞത്. ബട്ട് ഹോഴ്സ് ഡൈഡ് ഇൻ 3 days വിത്തൗട്ട് ബയേഴ്സ് ഫോൾട്ട്. ബയറുടെ ഫോൾട്ടൊന്നും ഇല്ലാതെ തന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഹോഴ്സ് മരിച്ചു. കോർട്ട് ഹെൽഡ് ദാറ്റ് സെല്ലർ കുഡ് നോട്ട് റിക്കവർ മണി ഫ്രം ബയർ ബിക്കോസ് ഹോഴ്സ് ഇപ്പോഴും സെല്ലറിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ്. 8 ദിവസം കഴിഞ്ഞ് ബയർ അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമല്ലേ അത് ബയറിൻ്റെ പ്രോപ്പർട്ടി ആവുള്ളൂ. ഇവിടെ ഇപ്പോഴും സെല്ലറിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ് ഹോഴ്സ്. അതുകൊണ്ട് ലോസ് സെല്ലർ തന്നെ സഫർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എപ്പോഴാണ് എന്നതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ഈസ് അബൌട്ട് ട്രാൻസ്ഫർ ഓഫ് റിസ്ക്. സെക്ഷൻ 26-ലാണ് പറയുന്നത്. സെക്ഷൻ 26 സേസ് ദാറ്റ് റിസ്ക് പ്രൈമ ഫേസി പാസസ് വിത്ത് പ്രോപ്പർട്ടി. യൂഷ്വലി പ്രോപ്പർട്ടി പാസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ റിസ്ക് ഓഫ് ലോസ് ഓഫ് ദാറ്റ് പ്രോപ്പർട്ടിയും ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഒരാളിലേക്ക് പ്രോപ്പർട്ടി പാസ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാവുന്ന നഷ്ടത്തിൻ്റെ റിസ്ക്കും കൂടെയാണ് പാസ് ചെയ്യപ്പെടുന്നത്. സെക്ഷൻ 26 പറയുന്നത് ഗുഡ്സ് റിമെയിൻ അറ്റ് ദ സെല്ലേഴ്സ് റിസ്ക് അൺടിൽ ദ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ടു ബയർ. പക്ഷെ നമ്മൾ സെക്ഷൻ 19 to 24 പറയുന്ന പോലെ ഗുഡ്സ് ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ റിസ്ക് ഓഫ് ലോസും ട്രാൻസ്ഫർ ചെയ്യും. ആക്ച്വലി ഡെലിവറി ഓഫ് ഗുഡ്സ് നടന്നോ ഇല്ലയോ എന്നത് ഇമ്മെറ്റീരിയൽ ആണ് ഇവിടെ. ഈ സെക്ഷൻ 26 പറയുന്ന റൂളിനൊരു എക്സെപ്ഷൻ ഉണ്ട്. ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നതിന് സെല്ലർ അല്ലെങ്കിൽ ബയ്യർ ഒരു ഫോൾട്ട് വരുത്തിയാൽ ആരാണോ ഫോൾട്ട് വരുത്തുന്നത് ഗുഡ്സ് ആർ അറ്റ് ദ റിസ്ക് ഓഫ് ദാറ്റ് പാർട്ടി ഇൻ ഫോൾട്ട്. ഡെമി ഹാമിൽട്ടൺ കേസിൽ സെല്ലർ ബയ്യറിന് ആപ്പിൾ ജ്യൂസ് സെല്ല് ചെയ്യുന്നതിന് വേണ്ടി ജ്യൂസ് എല്ലാം ഉണ്ടാക്കി കാസ്കറ്റിലാക്കി വെച്ചു. ബട്ട് ബയ്യർ മേക്സ് ഡിലേ ഇൻ ടേക്കിംഗ് ദ ഡെലിവറി ഓഫ് ജ്യൂസ്.
ജ്യൂസ് ചീത്തയായി പോവുകയും ചെയ്തു. ഇവിടെ ഫോൾട്ട് വരുത്തിയത് ബയ്യർ ആയതുകൊണ്ട് ബയ്യർ ഈസ് ലയബിൾ ഫോർ ലോസ്. ആക്ച്വലി ഇവിടെ പ്രോപ്പർട്ടി ശരിക്കും ബയ്യറിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടില്ല, പക്ഷെ ബയ്യർ ഫോൾട്ട് വരുത്തിയത് കൊണ്ടാണ് ഇങ്ങനെ ഈ ജ്യൂസ് ചീത്തയായി പോയത്. സോ ബയ്യർ ഷുഡ് ബെയർ ദ ലോസ്. നെക്സ്റ്റ് ഇറ്റ്സ് അബൌട്ട് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിലാണ്. സെക്ഷൻ 27 ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിലായി റിലേറ്റ് ചെയ്ത് ഒരു മാക്സിം ഉണ്ട്, നെമോ ഡാറ്റ് ക്വാഡ് നോൺ ഹാബിറ്റ്. ഇറ്റ് മീൻസ് എ പേഴ്സൺ കനോട്ട് കൺഫർ എ ബെറ്റർ ടൈറ്റിൽ ദാറ്റ് ഹീ ഹാസ്. അതായത് ഞാൻ എൻ്റെ ഒരു പെന്ന് നിങ്ങൾക്ക് തന്നാൽ അതൊരു ഗുഡ് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിലാണ്. എന്നാൽ ഞാൻ കട്ടുകൊണ്ട് വന്ന പെന്നാണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആ പേനേൻ്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ പേനേൻ്റെ ഒറിജിനൽ ടൈറ്റിൽ ഇപ്പോഴും അതിൻ്റെ ആക്ച്വൽ ഓണറിൻ്റെ കയ്യിലാണ്. സോ ആക്ച്വൽ ഓണർ പെൻ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് കണ്ടെത്തിയാൽ ഹി ക്യാൻ റിക്കവർ ദാറ്റ് പെൻ ഫ്രം യു ബിക്കോസ് യു ഡോണ്ട് ഹാവ് എ ബെറ്റർ ടൈറ്റിൽ. ഫർഗുഹാർസ് ആൻഡ് ബ്രോസിൻ്റെ കേസിൽ ഇവിടെ ഒരാൾക്കൊരു റിങ് കളഞ്ഞു കിട്ടുന്നു. സോ ഹീ ഈസ് ദ ഫൈൻഡർ ഓഫ് ദാറ്റ് റിങ്. ഈ ഫൈൻഡർ ഒരു റീസണബിൾ എഫേർട്ട് നടത്തുന്നുണ്ട് ഈ റിങ്ങിൻ്റെ ഒറിജിനൽ ഓണറെ കണ്ടെത്താനായിട്ട്, ബട്ട് ഹി ഫെയിൽഡ്. ദെൻ ഫൈൻഡർ സെൽ ദിസ് റിങ് ടു അനദർ പേഴ്സൺ. ദെൻ റിയൽ ഓണർ ബയ്യറിൻ്റെ കയ്യിൽ നിന്നും ഈ റിങ് കണ്ടെത്തുകയാണ് ആൻഡ് ഹീ ക്യാൻ റിക്കവർ ദാറ്റ് റിങ് ഫ്രം ദ ബയ്യർ. സെല്ലർ റിയൽ ഓണറിനെ കണ്ടെത്താൻ റീസണബിൾ എഫേർട്ട് ഇട്ടു, അല്ലെങ്കിൽ ബയ്യറിന് അറിയില്ലായിരുന്നു ഇതൊരു കളഞ്ഞു കിട്ടിയ റിങ് ആണ് എന്നതൊന്നും റിയൽ ഓണറിൻ്റെ ടൈറ്റിൽ നഷ്ടപ്പെടാനായിട്ടുള്ള റീസൺ അല്ല. പക്ഷെ നമ്മൾ പറഞ്ഞ ഈ നെമോ ഡാറ്റ് ക്വാഡ് നോൺ ഹാബിറ്റ് എന്ന് പറയുന്ന ഈ മാക്സിമിനും കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ആൻഡ് ദ ഫസ്റ്റ് വൺ ആണ് എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഗുഡ്സ് സെല്ല് ചെയ്യുന്നത് ആക്ച്വൽ ഓണറല്ല. പക്ഷേ ഈ ആക്ച്വൽ ഓണർ അല്ലാത്ത ആൾ ബയ്യറിന് ഈ ഗുഡ്സ് സെല്ല് ചെയ്യുന്നത് കണ്ടിട്ടും ഒറിജിനൽ ഓണർ ആ വിൽക്കുന്ന ആളുടെ അതോറിറ്റി ടു സെല്ലിനെ ഡിനേ ചെയ്യുന്നില്ല. ഈ സിറ്റുവേഷനിൽ നമ്മുടെ ഈ മാക്സിം വർക്കാവില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മദറാണ് ആക്ച്വൽ ഓണർ, ബട്ട് സണ്ണ് മദറിൻ്റെ ഗുഡ്സ് സെല്ല് ചെയ്യുന്നു. മദർ ആ സെയിൽ അറിഞ്ഞിട്ടും അതിനെ ഡിനേ ചെയ്യുന്നില്ല. സോ ഇവിടെ ബയ്യറിന് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് കിട്ടും ബിക്കോസ് ദ സെയിൽ ഈസ് ബൈൻഡിങ് ഓൺ ഹെർ. ഇനി സെക്കൻഡ് എക്സെപ്ഷൻ ഈസ് സെയിൽ ബൈ മെർക്കൻഡൈൽ ഏജൻറ്റ്. സെക്ഷൻ 27 പ്രൊവൈസോയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. കോൺട്രാക്ട് ഓഫ് ഏജൻസിയിൽ ആരാണ് ഏജൻ്റ് എന്നും വാട്ട് ആർ ഹിസ് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് എന്നും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സെല്ലറിൻ്റെ ഏജൻറ്റിന് ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇഫ് ഫോളോയിങ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ഏജൻറ്റ് മസ്റ്റ് ബി ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ് ഓർ ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ. ഏജൻറ്റിൻ്റെ കയ്യിൽ ആ ഗുഡ്സിൻ്റെ പൊസഷനും ഉണ്ട്, അതുപോലെ ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻസും ഉണ്ടെങ്കിൽ. രണ്ടാമത്തേത് ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഏജൻറ്റ് ഗുഡ്സ് സോൾഡ് ചെയ്തത് എന്നുണ്ടെങ്കിൽ. അതുപോലെ ഏജൻറ്റ് എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ചാലും ബയർ ഗുഡ് ഫെയ്ത്തിലാണ് കാര്യങ്ങൾ നടത്തിയത് ആൻഡ് ബയ്യറിന് അറിയില്ലായിരുന്നു സെല്ലറിന് സെല്ല് ചെയ്യാനുള്ള അതോറിറ്റി ഇല്ല. ഈ സിറ്റുവേഷനിലും ഏജൻറ്റ് ഓഫ് സെല്ലർ ക്യാൻ ട്രാൻസ്ഫർ ദ ടൈറ്റിൽ. ഇനി തേർഡ് എക്സെപ്ഷൻ ഇസ് സെയിൽ ബൈ വൺ ഓഫ് ദ ജോയിൻറ്റ് ഓണർ. സെക്ഷൻ 28 ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആകാൻ ഫോളോയിങ് സിറ്റുവേഷൻസ് നോക്കണം. ഫസ്റ്റ് വൺ, സെയിൽ മസ്റ്റ് ബി ബൈ വൺ ഓഫ് ദ ജോയിൻറ്റ് ഓണർ. ഒത്തിരി ഓണേഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു ജോയിൻറ്റ് ഓണർ ആയിരിക്കണം ആ സെയിൽ നടത്തേണ്ടത്. സെക്കൻഡ് വൺ, ഹു ഹാസ് സോൾ പൊസഷൻ ഓഫ് ദ ഗുഡ്സ്. ഈ സെയിൽ നടത്തുന്ന ആൾക്ക് ആ ഗുഡ്സിൻ്റെ മേലിൽ സോൾ പൊസഷൻ ഉണ്ടായിരിക്കണം. തേർഡ് വൺ, വിത്ത് ദ പെർമിഷൻ ഓഫ് ദ കോ ഓണേഴ്സ് ആയിരിക്കണം. ബാക്കി ഓണേഴ്സിൻ്റെ സമ്മതത്തോടു കൂടിയായിരിക്കണം അയാളത് ചെയ്തിട്ടുണ്ടാവുക. ഫോർത്ത് വൺ, ബയ്യർ ബൈ ഇൻ ഗുഡ് ഫെയ്ത്ത്. ഇനി ഈ ജോയിൻ്റ് ഓണർ എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബയ്യർ ഇതൊന്നും അറിയാതെ ഒരു ഗുഡ് ഫെയ്ത്തിലായിരുന്നു ഈ സാധനം വാങ്ങിച്ചത്. ആൻഡ് സെല്ലറിന് ഇത് സെല്ല് ചെയ്യാനായിട്ടുള്ള അതോറിറ്റി ഇല്ല എന്നും പറഞ്ഞ് ബയ്യറിന് ഒരു നോട്ടീസ് കിട്ടിയിരിക്കരുത്. അതായത് ഈ സെയിൽ നടക്കുന്നതിന് മുന്നേ തന്നെ ബയ്യറിനെ ആരെങ്കിലും ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സെല്ല് ചെയ്യുന്ന ആൾക്കിത് ചെയ്യാനുള്ള അതോറിറ്റി ഇല്ല. അങ്ങനെ ഒരു നോട്ടീസ് ബയ്യറിന് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എക്സെപ്ഷൻ അവിടെ ആപ്ലിക്കബിൾ ആവില്ല. ഇനി ഫോർത്ത് എക്സെപ്ഷൻ എന്ന് പറയുന്നത് സെയിൽ ബൈ എ പേഴ്സൺ ഇൻ പൊസഷൻ അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്ട്. സെക്ഷൻ 29 പറയുന്നത് സെല്ലർ ഈ ഗുഡ്സ് സ്വന്തമാക്കിയത് കൊയേഷൻ, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ഓർ അൺഡ്യൂ ഇൻഫ്ലുവൻസ് തുടങ്ങിയ വോയിഡബിൾ കോൺട്രാക്റ്റ് വഴിയാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ദാറ്റ് കോൺട്രാക്ട് ഈസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ പാർട്ടി ഹൂസ് കൺസേൺ വാസ് സോ കോസ്റ്റ്. സെല്ലർ പറ്റിച്ച ആൾക്ക് തട്ടിപ്പ് മനസ്സിലായാൽ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാനുള്ള ഓപ്ഷനുണ്ട്. ബട്ട് ഇത് മനസ്സിലാക്കുന്നതിന് മുന്നേ സെല്ലർ മറ്റൊരാൾക്ക് ഗുഡ്സ് സെയിൽ ചെയ്താൽ പിന്നെ ബയ്യറിന് വാലിഡ് ടൈറ്റിൽ കിട്ടും.
പക്ഷേ സം കണ്ടീഷൻ നീഡ് ടു ബി ഫുൾഫിൽഡ് സച്ച് ആസ് ഗുഡ്സ് വാസ് ഇൻ ദ പൊസഷൻ ഓഫ് ദ സെല്ലർ. എന്ത് വോയിഡബിൾ കോൺട്രാക്റ്റിലാണ് ഇത് കിട്ടിയത് എങ്കിൽ പോലും സെല്ലറിന് ആ ഗുഡ്സിൻ്റെ പൊസഷൻ ഉണ്ടായിരുന്നു. സെക്കൻഡ് വൺ, സെക്ഷൻ 19 ആൻഡ് സെക്ഷൻ 19A ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ കീഴിൽ വരുന്ന വോയിഡബിൾ കോൺട്രാക്റ്റ് ആയിരിക്കണം. ആൻഡ് ദാറ്റ് കോൺട്രാക്റ്റ് സെയിൽ നടക്കുന്നതിന് മുന്നേ ക്യാൻസൽ ചെയ്തിരിക്കാനായിട്ട് പാടില്ല. അതായത് ഈ സെല്ലറും മുന്നേ നിന്നുള്ള പാർട്ടിയും തമ്മിൽ നടന്ന വോയിഡബിൾ കോൺട്രാക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ കോൺട്രാക്റ്റ് ഓൾറെഡി ക്യാൻസൽ ചെയ്യപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സെല്ലർ ഇത് ബയ്യറിലേക്ക് ഈ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തത് എന്നുണ്ടെങ്കിൽ ബയ്യറിന് കിട്ടിയത് ഒരു വാലിഡ് ടൈറ്റിൽ ആയിരിക്കില്ല. ദെൻ ലാസ്റ്റ്, ബയർ ഗുഡ് ഫെയ്ത്തിലായിരിക്കണം ബൈ ചെയ്തത് ആൻഡ് ടൈറ്റിൽ ഡിഫക്റ്റീവ് ആണ് എന്ന നോട്ടീസ് ബയറിന് കിട്ടിയിരിക്കരുത്. ഇനി ഫിഫ്ത്ത് എക്സെപ്ഷൻ എന്ന് പറയുന്നത് സെയിൽ ബൈ സെല്ലർ ഇൻ പൊസഷൻ ആഫ്റ്റർ സെയിൽ. സെക്ഷൻ 30 ക്ലോസ് 1 ഇതിനെക്കുറിച്ച് പറയുന്നത്. സെല്ലർ കുറച്ച് ഗുഡ്സ് പിക്ക് സെല്ല് ചെയ്യുന്നു. പി പറഞ്ഞു ഞാൻ നാളെ വന്ന് ഗുഡ്സ് എടുത്തോളാം എന്ന്. ബട്ട് ഒരു 2 days കഴിഞ്ഞിട്ടും പി വന്നില്ല. സെല്ലർ ഈ ഗുഡ്സ് മറ്റൊരു ബയ്യറിനെ കണ്ടെത്തി സെല്ല് ചെയ്തു. ഇവിടെ ഈ ബയ്യർ ഗുഡ് ഫെയ്ത്തിലാണ് ഗുഡ്സ് വാങ്ങിയത് ആൻഡ് മുന്നേ നടന്ന സെയിലിനെ കുറിച്ച് അറിവില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദിസ് ബയ്യർ ഗെറ്റ് എ ഗുഡ് ടൈറ്റിൽ ഓഫ് ദ ഗുഡ്സ്. ഓക്കെ. ഇനി നെക്സ്റ്റ് എക്സെപ്ഷൻ എന്ന് പറയുന്നത് സെയിൽ ബൈ ബയ്യർ ഇൻ പൊസഷൻ. സെക്ഷൻ 30 ക്ലോസ് 2 പറയുന്നത്. ഇവിടെ സെല്ലർ ബയ്യർക്ക് ഗുഡ്സ് സെല്ല് ചെയ്തു. ബട്ട് ബയ്യർ ഹാഫ് എമൗണ്ട് കൊടുത്തതുകൊണ്ട് സെല്ലർ സ്റ്റിൽ ഹാസ് സം റൈറ്റ് ഓവർ ദാറ്റ് ഗുഡ്സ്. ബട്ട് ഗുഡ്സിൻ്റെ പൊസഷൻ കയ്യിലുള്ള ബയ്യർ ഈ ഗുഡ്സ് മറ്റൊരാൾക്ക് വിൽക്കുന്നു. ഇവിടെ ഈ സെക്കൻഡ് ബയ്യറിന് ഗുഡ് ടൈറ്റിൽ തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇവിടെ സെക്കൻഡ് ബയ്യർ ഷുഡ് ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് നോട്ടീസ് ഓഫ് ദ സെല്ലേഴ്സ് റൈറ്റ് ആയിരിക്കണം. ഇനി ലാസ്റ്റ് എക്സെപ്ഷൻ എന്ന് പറയുന്നത് സെയിൽ ബൈ ഫൈൻഡർ ഓഫ് ഗുഡ്സ്. സെക്ഷൻ 169 പറയുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞു ഫൈൻഡർ ഓഫ് ഗുഡ്സിന് ഗുഡ് ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്ന്. എന്നാൽ ഫൈൻഡ് ചെയ്ത ഗുഡ്സ് ഒരു പെറിഷബിൾ ഗുഡ്സ് ആണ്, അതായത് പെട്ടെന്ന് ചീത്തയായി പോകുന്നൊരു ഗുഡ്സ് ആണ്. ഓർ ലോസിങ് ഗ്രേറ്റ് പാർട്ട് ഓഫ് ഇറ്റ്സ് വാല്യൂ, അതായത് ഇങ്ങനെ ഇരിക്കും തോറും അതിൻ്റെ വില ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫൈൻഡർ ഓഫ് ഗുഡ്സ് ക്യാൻ സെൽ ഇറ്റ് ടു ബയ്യർ വിത്ത് ഗുഡ് ടൈറ്റിൽ. ഇനി നമുക്ക് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് പെർഫോമൻസസ് എന്ന് പറയുന്നത് ഫ്രം ദ പാർട്ട് ഓഫ് സെല്ലർ ആണെങ്കിൽ ടു ഡെലിവർ ദ ഗുഡ്സ്, ദെൻ ബയ്യറിൻ്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ അക്സെപ്റ്റ് ദാറ്റ് ഗുഡ്സ് ആൻഡ് പേ ഫോർ ഇറ്റ്. സെക്ഷൻ 31 ഇതിനെക്കുറിച്ച് പറയുന്നത്. ടോപ്പിക്കിൻ്റെ കീഴിൽ കൂടുതലും പറയാനുള്ളത് സെല്ലറിൻ്റെ പെർഫോമൻസ് ആയ ഡെലിവറി ഓഫ് ഗുഡ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സെക്ഷൻ 2 ക്ലോസ് 2 ഡെലിവറി ഓഫ് ഗുഡ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് സേസ് വോളണ്ടറി ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഓഫ് ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. സെല്ലർ സ്വമേധയാ ഗുഡ്സിൻ്റെ പൊസഷൻ അടുത്ത ആൾക്ക് കൊടുക്കുന്നു. അതാണ് ഡെലിവറി ഓഫ് ഗുഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ റൂൾസ് റിഗാർഡിംഗ് ഡെലിവറി എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ഡെലിവറി അക്കോർഡിംഗ് ടു കോൺട്രാക്റ്റ്. സെല്ലർ ആൻഡ് ബയ്യർ എൻറ്റർ ചെയ്തിരിക്കുന്ന കോൺട്രാക്റ്റിൽ എങ്ങനെയാണോ ഡെലിവറി ഓഫ് ഗുഡ്സ് പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ വേണം സെല്ലർ ഡെലിവറി നടത്താൻ. കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടാകും അബൌട്ട് ദ ടൈം, പ്ലേസ് ആൻഡ് മാനർ ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ് ആൻഡ് ദ സെല്ലർ ഈസ് ബൗണ്ട് ടു ഒബ്സർവ് ദ സെയിം. ഇനി സെക്കൻഡ് വൺ ടൈം ഓഫ് ഡെലിവറിനെ കുറിച്ച് സെക്ഷൻ 32 പറയുന്നുണ്ട് പേയ്മെൻറ്റ് ഓഫ് ഡെലിവറി ആർ കൺകറൻറ്റ് കണ്ടീഷൻ എന്ന്. ദാറ്റ് ഈസ് ഇറ്റ്സ് എ റെസിപ്രോക്കൽ പ്രോമിസ് എന്ന്. ബയ്യർ പ്രൈസ് തരാൻ റെഡി ആകുമ്പോഴേക്കും സെല്ലറും ഗുഡ്സ് ഡെലിവറി ചെയ്യാൻ റെഡി ആൻഡ് വില്ലിംഗ് ആയിരിക്കണം. ഇനി നെക്സ്റ്റ് തിങ് അബൌട്ട് ഡെലിവറി എന്ന് പറഞ്ഞാൽ ബയ്യേഴ്സ് ഡ്യൂട്ടി ടു അപ്ലൈ ഫോർ ഡെലിവറി. ആസ് പെർ സെക്ഷൻ 35 ബയ്യർ എനിക്ക് ഗുഡ്സ് കൊണ്ട് തരൂ എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാതെ സെല്ലറിന് ഗുഡ്സ് ഡെലിവറി ചെയ്യണം എന്നില്ല എന്നതാണ് ജനറൽ റൂൾ. എന്നാൽ ഇതിന് കോൺട്രറി ആയിട്ടൊരു എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ ദിസ് റൂൾ ഈസ് നോട്ട് ആപ്ലിക്കബിൾ. ബട്ട് ഗുഡ്സ് ഡെലിവറി ചെയ്യാൻ പറഞ്ഞു, ബട്ട് ഒരു എക്സാക്ട് ടൈം ഓർ ഡേറ്റ് പറഞ്ഞില്ല എങ്കിൽ സെല്ലർ ഇസ് ബൗണ്ട് ടു സെൻഡ് ദം വിത്തിൻ എ റീസണബിൾ ടൈം. സാഹു ആൻഡ് കമ്പനി വേഴ്സസ് ശ്രീ വിജയ്കുമാർ കേസിൽ കോർട്ട് സെഡ് ദാറ്റ് ഫെയിലിയർ ടു സപ്ലൈ വിത്തിൻ റീസണബിൾ ടൈം വിൽ എമൗണ്ട് ടു എ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഇനി അടുത്തത് പ്ലേസ് ഓഫ് ഡെലിവറിനെ കുറിച്ചാണ്. കോൺട്രാക്റ്റിലെ പ്ലേസ് ഓഫ് ഡെലിവറി എവിടെയാണോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ വെച്ചാണ് ഗുഡ്സ് സോൾഡ് ചെയ്യുന്നത്. എന്നാൽ ആസ് പെർ സെക്ഷൻ 36 ക്ലോസ് 1 കോൺട്രാക്റ്റിലെ പ്ലേസ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലേസ് ഓഫ് ഡെലിവറി ഈസ് ദ പ്ലേസ് വേർ ദ ഗുഡ്സ് ആർ അറ്റ് ദ ടൈം ഓഫ് സെയിൽ ആയിരിക്കും. ഇൻ കേസ് ഓഫ് ഫ്യൂച്ചർ ഗുഡ്സ് ആണെങ്കിൽ പ്ലേസ് ഓഫ് ഡെലിവറി ഈസ് അറ്റ് ദ പ്ലേസ് വിച്ച് ദേ ആർ മാനുഫാക്ചേർഡ് ഓർ പ്രൊഡ്യൂസ്ഡ്.
അടുത്ത ഡെലിവറിയായിട്ട് ബന്ധപ്പെട്ട റൂള് പറയുന്നത് എക്സ്പെൻസസ് ഓഫ് ഡെലിവറിനെ കുറിച്ചാണ്. എക്സ്പെൻസസിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് സെല്ലർ ആൻഡ് ബയർ ഡിസൈഡ് ചെയ്തിട്ടില്ല എങ്കിൽ സെക്ഷൻ 36 ക്ലോസ് 5 പ്രകാരം ഗുഡ്സ് ഡെലിവറബിൾ സ്റ്റേറ്റിൽ എത്തിക്കാനുള്ള ഇൻസിഡൻറ്റൽ എക്സ്പെൻസസ് സെല്ലർ വഹിക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് ഡെലിവറി ഓഫ് റോങ് ക്വാണ്ടിറ്റിനെ കുറിച്ചാണ്. സെക്ഷൻ 37ലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 37 ക്ലോസ് 1 പറയുന്നത് ഷോർട്ട് ഡെലിവറിനെ കുറിച്ചാണ്. പറഞ്ഞതിലും കുറവ് ഗുഡ്സാണ് സെല്ലർ ഡെലിവറി ചെയ്തത് എങ്കിൽ ബയർ ക്യാൻ റിജക്ട് ദോസ് ഗുഡ്സ്. സുരേഷ് കുമാറിൻ്റെ കേസിൽ ബയർ ഓർഡർ ചെയ്തത് 16,000 kg ഗുഡ്സ് ആയിരുന്നു. അതിലൊരു 522 kg ഷോർട്ടേജ് വന്നു. ഹിയർ കോർട്ട് അപ്ലൈ ഡി മിനിമൈസ് റൂൾ. ഇവിടെ ടോട്ടൽ ക്വാണ്ടിറ്റി വെച്ച് നോക്കുമ്പോൾ ഷോർട്ടേജ് വന്നത് ഒരു ചെറിയൊരു എമൗണ്ട് അല്ലേ ഉള്ളൂ. സോ buyer would not be justified in rejecting the goods even under section 37 clause 1 of the sale of goods act എന്ന് പറഞ്ഞു. ഇനി ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ ബയ്യറിന് കോൺട്രാക്റ്റിൽ പറഞ്ഞ അത്രയും ഗുഡ്സ് മാത്രം എടുത്തിട്ട് ബാക്കി റിജക്റ്റ് ചെയ്യാം, ഓർ ഹോൾ ഗുഡ്സും റിജക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എക്സസ് എന്ന് പറയുന്നത് ഒരു സ്മോൾ എമൗണ്ട് ആണ് കമ്പയർഡ് ടു ദ ടോട്ടൽ ക്വാണ്ടിറ്റി എങ്കിൽ അത് റിജക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഡെലിവറി ചെയ്തത് മിക്സഡ് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 37 ക്ലോസ് 3ലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. കോൺട്രാക്ട് ഓഫ് സെയിലിൽ പറഞ്ഞ ഗുഡ്സ് വേറെ ഗുഡ്സുമായിട്ട് മിക്സായി വന്നാൽ ബയറിന് വേണമെങ്കിൽ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഗുഡ്സ് മാത്രം അക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കി റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫുഡ് ഗുഡ്സ് റിജക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നിക്കോൾസൺ വേഴ്സസ് ബ്രാഡ്ഫീൽഡിൻ്റെ കേസിൽ ഇവിടെ ഗുഡ്സ് എന്ന് പറയുന്നത് കോളായിരുന്നു. സെല്ലർ കൊടുത്തതിൽ ഹാഫ് കോള് കോൺട്രാക്റ്റിൽ പറഞ്ഞ ക്വാളിറ്റിയിലുള്ള കോളായിരുന്നു, ബാക്കി ഹാഫ് ഡിഫറെൻറ്റ് ക്വാളിറ്റിയിലുള്ള കോളുമായിരുന്നു. പക്ഷേ ഇത് മിക്സ് ചെയ്തിട്ടായിരുന്നു വന്നത്. ഇവിടെ ബയർ ക്യാൻ റിജക്ട് ദ ഹോൾ ഗുഡ്സ്. അല്ലാണ്ട് ഇങ്ങനെ ഏതൊക്കെയാണ് കോൺട്രാക്റ്റിൽ പറഞ്ഞ ക്വാളിറ്റി ഉള്ളത്, ഏതൊക്കെയാണ് അല്ലാത്തത് ഒക്കെയാണെന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ട കാര്യം ഇവിടെ ബയറിനില്ല. ഹി ക്യാൻ റിജക്ട് ദ ഹോൾ ഗുഡ്സ് എന്ന് പറഞ്ഞു. ഇനി ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറീസ് ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സെക്ഷൻ 38 പറയുന്നുണ്ട്. കോൺട്രാക്റ്റിൽ ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറീസ് എഗ്രി ചെയ്തിട്ടില്ല എങ്കിൽ ബയർ ഈസ് നോട്ട് ബൗണ്ട് ടു ആക്സെപ്റ്റ് ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ ഇൻസ്റ്റാൾമെൻറ്റ്. റിച്ചാർഡ്സൺ വേഴ്സസ് ജൂണിൻ്റെ കേസിൽ ഇവിടെ ആസ് പെർ കോൺട്രാക്ട് 200 to 300 ടൺ ഓഫ് കോൾസിൻ്റെ സെയിലാണ് എഗ്രി ചെയ്തിരുന്നത്. ദെൻ സെല്ലറിന് ഒരു 152 ടൺ മാത്രം സെൻഡ് ചെയ്തിട്ട് ബയറിനെ അത് ഇൻഫോം ചെയ്തു. ബയർ അതിന് ഒന്ന് റിപ്ലൈ കൊടുത്തില്ല. സോ മൗനം സമ്മതം എന്ന് പറയുന്ന പോലെ കോർട്ട് ഹെൽഡ് ദാറ്റ് ബയർ ഇംപ്ലൈഡ്ലി അസെൻഡഡ് ടു ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറി. അതുകൊണ്ട് ഈ ഡെലിവറി റിജക്റ്റ് ചെയ്തതായിട്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ദെൻ ഇനി ഡെലിവറി ടു കാരിയർ ഓർ വാർഫിംഗർ സെക്ഷൻ 39 ക്ലോസ് 1 and 2 ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ഗുഡ്സ് ബയറിന് കൊടുക്കാൻ വണ്ടിയിൽ കൊടുത്തു വിടുക, അല്ലെങ്കിൽ ഒരു ഗുഡ്സ് കീപ്പ് ചെയ്യാനായിട്ടൊരു കീപ്പറിനെ ഏൽപ്പിക്കുക, ഒരു സൂക്ഷിപ്പുകാരനെ ഏൽപ്പിക്കുമല്ലോ. അപ്പോൾ ജനറൽ പ്രിൻസിപ്പിൾസ് പ്രകാരം അങ്ങനെ ഏൽപ്പിച്ചാൽ അത് ബയ്യറിന് ഗുഡ്സ് ഡെലിവറി ചെയ്തതായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ സെല്ലർ ആൻഡ് ബയ്യർ എഗ്രി ചെയ്തിരിക്കുന്നത് ഡെലിവറി ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ വേണം എന്നാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബയ്യറിൻ്റെ മില്ലിൽ കൊണ്ട് തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ പ്ലേസിൽ തന്നെ ഡെലിവറി നടത്തിയാൽ മാത്രമേ ഗുഡ്സ് ബയ്യറിന് ഡെലിവറി ചെയ്തു എന്ന് പറയാൻ പറ്റൂ. ഇനി ഈ കാരിയർ ഓർ കീപ്പർ എന്ന് പറയുന്നത് ഏജൻറ്റ് ഓർ സെർവൻറ്റ് ഓഫ് സെല്ലർ ആണെങ്കിൽ ഡെലിവറി ടു സച്ച് എ കാരിയർ മേ നോട്ട് എമൗണ്ട് ടു ഡെലിവറി ടു ദ ബയ്യർ. അടുത്തത് പറയുന്നത് ഡ്യൂട്ടി ഓഫ് സെല്ലർ വെൻ ഗുഡ്സ് ആർ സെൻഡ് ബൈ എ റൂട്ട് ഇൻവോൾവിങ് സീ ട്രാൻസിറ്റ് സെക്ഷൻ 39 ക്ലോസ് 3ലാണ് പറയുന്നത്. സെല്ലർ ബയ്യറിന് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ അതിൽ സീ ട്രാൻസിറ്റ്, അതായത് കടൽ മാർഗ്ഗമൊക്കെ അയക്കുമല്ലോ, അങ്ങനെയൊരു സീ ട്രാൻസിറ്റ് ഉണ്ടെങ്കിൽ കോൺട്രാക്റ്റിന് ചില കാര്യങ്ങൾ കൂടി നോക്കണം. സോ സീ റൂട്ട് വഴി വരുന്ന ഗുഡ്സ് എപ്പോഴും ഇൻഷുർ ചെയ്തിട്ടായിരിക്കും വരുന്നത്. അത് ആര് ചെയ്യണം എന്നത് ആ കോൺട്രാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ സീ ട്രാൻസിറ്റ് വരുന്ന കോൺട്രാക്റ്റിനെ മെയിൻലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് CIF കോൺട്രാക്റ്റ്, ഒന്ന് FOB കോൺട്രാക്റ്റ്. CIF കോൺട്രാക്റ്റിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ് എന്നതാണ്. ഈ കോൺട്രാക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെല്ലർ തന്നെയാണ് ഗുഡ്സ് ഫ്രൈറ്റിൽ കയറ്റുന്നതിൻ്റെയും അതുപോലെ ഫ്രൈറ്റിൻ്റെ എക്സ്പെൻസസും ഇൻഷുറൻസിൻ്റെ എക്സ്പെൻസസും എല്ലാം വഹിക്കേണ്ടത്. എന്നിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റ്സ് ബയ്യറിന് ട്രാൻസ്ഫർ ചെയ്യണം സെല്ലർ. ദെൻ ഡോക്യുമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞ ഉടനെ ബയ്യർ ഹാസ് ടു പേ ഫസ്റ്റ്, ദെൻ ടേക്ക് ദ ഡെലിവറി. But buyer can reject the goods if they are not according to the contract.
ഇനി അടുത്തത് FOB കോൺട്രാക്റ്റ് ആണ്, ഫ്രീ ഓൺ ബോർഡ്. ഇവിടെ സെല്ലറിൻ്റെ ഡ്യൂട്ടി ഈസ് ടു പുട്ട് ദ ഗുഡ്സ് ഓൺ ബോർഡ് അറ്റ് ഹിസ് ഓൺ എക്സ്പെൻസസ്. അപ്പോൾ ഗുഡ്സ് ബോർഡ് ചെയ്താൽ പിന്നെ ഗുഡ്സിൻ്റെ ഓണർഷിപ്പും റിസ്ക്കും ബയ്യറിന് പാസ് ചെയ്യപ്പെടും. പക്ഷേ ഗുഡ്സ് ബോർഡ് ചെയ്ത ഉടനെ ബയ്യറിന് ഇത് സെല്ലർ നോട്ടിഫൈ ചെയ്യണം. നോട്ടിഫൈ ചെയ്തില്ലെങ്കിൽ ഗുഡ്സ് വിൽ ബി അറ്റ് ദ റിസ്ക് ഓഫ് സെല്ലേഴ്സ് റിസ്ക്. സെല്ലറിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടിയ ഉടനെ ബയ്യർ വേണം ഗുഡ്സ് ഇൻഷുർ ചെയ്യാനായിട്ട്. ഇനി ഡെലിവറിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു റൂളാണ് ഡീറ്ററിയോറേഷൻ ഡ്യൂറിങ് ട്രാൻസിറ്റ്. സെക്ഷൻ 40 അതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ മുന്നേ കണ്ടതാണ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഒപ്പം റിസ്ക്കും ബയ്യറിന് ട്രാൻസ്ഫർ ആകുന്നു. ബട്ട് ആൻ എക്സെപ്ഷൻ ടു ദിസ് റൂൾ ഇസ് വെർ ഗുഡ്സ് ആർ ഡെലിവേർഡ് അറ്റ് എ ഡിസ്റ്റൻറ്റ് പ്ലേസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെല്ലർ അയാളുടെ റിസ്കിൽ ഗുഡ്സ് ബയ്യറിന് ദൂരെയുള്ളൊരു സ്ഥലത്ത് ഡെലിവറി ചെയ്യാമെന്ന് പറയുന്നു. ഈ സിറ്റുവേഷനിൽ ഗുഡ്സ് ട്രാൻസിറ്റ് ചെയ്യുന്ന ടൈമിൽ ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഡീറ്ററിയോറേഷൻ ഗുഡ്സിനുണ്ടായാൽ ബയ്യർ നീഡ്സ് ടു ബെയർ ദാറ്റ് റിസ്ക് അൺലെസ് അതർവൈസ് അഗ്രീഡ്. ബുൾ വേഴ്സസ് റോബിൻസണിൽ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ആയിരുന്നു. നല്ല ക്ലിയർ ആൻഡ് ബ്രൈറ്റ് ആയിട്ടുള്ള ഗുഡ്സ് കൊണ്ട് സെല്ലർ സ്റ്റഫോർഡ്ഷയർ ടു ലിവർപൂൾ വരെ വന്നു. ഡെസ്റ്റിനേഷനിൽ എത്തിയപ്പോൾ അയണിൽ കുറച്ച് തുരുമ്പ് പിടിച്ചു. ഹിയർ കോർട്ട് ഹെൽഡ് ദാറ്റ് സിൻസ് ദ റസ്റ്റിംഗ് ഓഫ് ദ അയൺ വാസ് നെസസറിലി ഇൻസിഡൻറ്റൽ ടു ദ കോഴ്സ് ഓഫ് ട്രാൻസിറ്റ്, സോ ദ ബയ്യർ കുഡ് നോട്ട് റിജക്ട് എന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത് ബയ്യർ റൈറ്റ് ടു എക്സാമിനേഷൻ ഓഫ് ഗുഡ്സ്. സെക്ഷൻ 41 ഇതിനെക്കുറിച്ച് പറയുന്നത്. ബയ്യർ ഡോക്യുമെൻറ്റ്സ് ഓഫ് ടൈറ്റിൽ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ബയ്യർ സ്റ്റിൽ ഹാസ് ദ റൈറ്റ് ഓഫ് എക്സാമിനിങ് ദ ഗുഡ്സ് ഓൺ ദർ അറൈവൽ. അപ്പോൾ സെക്ഷൻ 41 ക്ലോസ് 1 സെല്ലർക്ക് ഒരു ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുവാണ്. ബയ്യർ മുന്നേ ഗുഡ്സ് എക്സാമിൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് എക്സാമിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിരിക്കണം. ഗുഡ്സ് എക്സാമിൻ ചെയ്യാൻ ബയ്യറിന് സെല്ലറിനോട് റിക്വസ്റ്റ് ചെയ്യുകയും ആകാം. ഗുഡ്സ് ഇൻ കൺഫേമിറ്റി വിത്ത് ദ കോൺട്രാക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമിനേഷൻ ഓഫ് ഗുഡ്സ് നടത്തുന്നത്. ഇനി ബയ്യർ ഗുഡ്സ് എക്സാമിൻ ചെയ്യാൻ തനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ ദെൻ സെല്ലർ വിൽ നോട്ട് ബി റെസ്പോൺസിബിൾ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റിൽ ഡെലിവറിയുമായി റിലേറ്റ് ചെയ്തു വരുന്ന റൂൾസ് ആയിരുന്നു. ഇനി അടുത്തത് അക്സെപ്റ്റൻസ്. ഇത് ബയ്യറിൻ്റെ ഭാഗത്തു നിന്ന് വന്ന കാര്യമാണ്. അപ്പോൾ അക്സെപ്റ്റൻസിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 42 എപ്പോഴാണ് ബയ്യർ ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്തത് എന്ന് പറയുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, സെല്ലറിനോട് ഇൻറ്റിമേറ്റ് ചെയ്യുവാണ് ഗുഡ്സ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു എന്ന്. ഓക്കെ, അത് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഒരു റീസണബിൾ ടൈം പീരീഡ് കഴിഞ്ഞിട്ടും ഗുഡ്സ് റിജക്റ്റ് ചെയ്തു എന്ന് പറയാതെ ബയ്യർ ഗുഡ്സ് റീറ്റെയിൻ ചെയ്ത് വെക്കുന്നു. അതും ബയ്യറിൻ്റെ അക്സെപ്റ്റൻസ് ആണ് കാണിക്കുന്നത്. ദെൻ തേർഡ് വൺ പറയുന്നത് സെല്ലറിൻ്റെ ഓണർഷിപ്പ് അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ബയ്യർ ഗുഡ്സ് കിട്ടിയ ഉടനെ റീസെല് ചെയ്യുകയോ അല്ലെങ്കിൽ പ്ലെഡ്ജ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും ബയ്യർ ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്തതായിട്ട് കാണും. ദെൻ ഈ അക്സെപ്റ്റൻസിൽ വരുന്ന വേറൊരു റൂളാണ് ബയ്യർ നോട്ട് ബൗണ്ട് ടു റിട്ടേൺ റിജക്റ്റഡ് ഗുഡ്സ്. സെക്ഷൻ 43 പറയുന്നത് ബയ്യർ റിജക്റ്റ് ചെയ്ത ഗുഡ്സ് സെല്ലറിന് തിരിച്ചെത്തിക്കേണ്ട ചുമതല ബയ്യറിനില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കണം. ഇനി നെക്സ്റ്റ് റൂളേഴ്സ് ലയബിലിറ്റി ഓഫ് ബയ്യർ ഫോർ നെഗ്ലക്റ്റിംഗ് ഓർ റെഫ്യൂസിങ് ടു റിസീവ് ഗുഡ്സ്. സെക്ഷൻ 44 ഇതിനെക്കുറിച്ച് പറയുന്നത്. സെല്ലർ ഈസ് റെഡി ആൻഡ് വില്ലിംഗ് ടു ഡെലിവർ ദ ഗുഡ്സ് ആൻഡ് ബയ്യറിനോട് ഗുഡ്സ് എടുക്കാൻ റിക്വസ്റ്റും ചെയ്തു. ബട്ട് ഒരു റീസണബിൾ പീരീഡ് കഴിഞ്ഞിട്ടും ബയ്യർ ഗുഡ്സ് എടുക്കുന്നില്ലെങ്കിൽ ബയ്യർ ഈസ് ലയബിൾ ഫോർ എനി ലോസ്. അതായത് ബയ്യർ ഗുഡ്സിൻ്റെ ഡെലിവറി നെഗ്ലക്റ്റ് ഓർ റിഫ്യൂസ് ചെയ്യുമ്പോൾ സെല്ലറിന് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ ബയ്യർ ലയബിളാണ്. ആൻഡ് ഓൾസോ ലയബിൾ ഫോർ റീസണബിൾ ചാർജ് ഫോർ ദ കെയർ ആൻഡ് കസ്റ്റഡി ഓഫ് ദ ഗുഡ്സ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റിൽ വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ എഗെയിൻസ്റ്റ് ദ ഗുഡ്. സെക്ഷൻ 45 അതിനെക്കുറിച്ച് പറയുന്നത്. ക്ലോസ് 1 എന്താണ് അൺപെയ്ഡ് സെല്ലർ എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഒരു സെല്ലറിന് അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത് 2 സിറ്റുവേഷനിലാണ്. ഫസ്റ്റ് വൺ പറയുന്നത് കോൺട്രാക്റ്റിൽ എഗ്രി ചെയ്ത പോലെ ഫുൾ എമൗണ്ട് ബയ്യറിന് സെല്ലർ കൊടുത്തില്ലെങ്കിൽ ആ സെല്ലർ ഒരു അൺപെയ്ഡ് സെല്ലറാണ്. ഇപ്പോൾ ഹാഫ് എമൗണ്ട് മാത്രം കൊടുത്താൽ പോലും നമ്മൾ ആ സെല്ലറിനെ അൺപെയ്ഡ് സെല്ലർ എന്നാണെന്ന് പറയുക. ഫുൾ എമൗണ്ട് കിട്ടിയാലല്ലേ പെയ്ഡായി എന്ന് പറയാൻ പറ്റുള്ളൂ. ദെൻ സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കുന്നതിന് പകരം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ അതർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് കണ്ടീഷൻ പേയ്മെൻ്റ് ആയിട്ട് ബയ്യർ കൊടുക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചെക്ക്, എന്നിട്ട് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഡിസോണറായി, ഇപ്പോൾ ചെക്കൊക്കെ ബൗൺസ് ആവില്ലേ, അതുപോലെ അങ്ങനെയൊരു സിറ്റുവേഷനിലും സെല്ലർ ബിക്കംസ് അൺപെയ്ഡ് സെല്ലർ.
ഇനി എന്തൊക്കെയാണ് റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ എഗെയിൻസ്റ്റ് ഗുഡ്സ്? ഗുഡ്സിൻ്റെ മേളിൽ എന്തൊക്കെ റൈറ്റ്സ് ആണ് ഈ അൺപെയ്ഡ് സെല്ലറിന് ഉണ്ടാവുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ പറയുന്നത് അൺപെയ്ഡ് സെല്ലേഴ്സ് ലീൻ സെക്ഷൻ 47 പറയുന്നത്. സെല്ലറിൻ്റെ കയ്യിൽ ഗുഡ്സിൻ്റെ പൊസഷൻ ഉണ്ടെങ്കിൽ സെല്ലറിന് റൈറ്റ് ടു ലീൻ ഉണ്ടാകും. റൈറ്റ് ടു ലീൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു റീറ്റെയിൻ. സോ സെല്ലർ ക്യാൻ റീറ്റെയിൻ ദ ഗുഡ്സ് ഇൻ ദ കസ്റ്റഡി അൺടിൽ ദ ഹോൾ ഓഫ് ദ പ്രൈസ് ഈസ് പെയ്ഡ്. ഇനി സെക്കൻഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് സെക്ഷൻ 46 ക്ലോസ് 1 സബ് ക്ലോസ് ബിയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. In case of insolvency of the buyer, seller has the right of stopping the goods in transit. അതായത് ഗുഡ്സ് ബയ്യറിന് കൊടുക്കാൻ കാരിയറിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടതിന് ശേഷമാണ് ബയ്യർ ഇൻസോൾവൻ്റ് ആയത് എന്ന് സെല്ലർ അറിഞ്ഞത് എന്നുണ്ടെങ്കിൽ സെല്ലറിന് ആ ട്രാൻസിറ്റിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതായത് ഒരു ഇൻസോൾവൻ്റ് ആയിട്ടുള്ള ആൾക്ക് ഗുഡ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാശ് കിട്ടാൻ യാതൊരു വകുപ്പും ഇല്ലല്ലോ. ഇൻസോൾവൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, പാപ്പരാവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസോൾവൻ്റ് ആയിട്ടുള്ള ബയ്യറിന് ഗുഡ്സ് കൊടുക്കേണ്ട കാര്യം സെല്ലറിനില്ല. ഇനി മൂന്നാമത്തെ റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു റീസെയിൽ സെക്ഷൻ 57 അതിനെക്കുറിച്ച് പറയുന്നത്. അൺപെയ്ഡ് സെല്ലറിന് ഫോളോയിങ് കണ്ടീഷനിൽ ഗുഡ്സ് റീസെയിൽ ചെയ്യാൻ പറ്റും. അതായത് ഒന്ന്, ഗുഡ്സ് പെറിഷബിൾ ആണെങ്കിൽ, നശിച്ചു പോകുന്ന ഗുഡ്സ് ആണെങ്കിൽ. രണ്ട്, സെല്ലർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബയ്യർ എന്തെങ്കിലും ഫോൾട്ട് വരുത്തിയാൽ സെല്ലറിന് ഗുഡ്സ് റീസെയിൽ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലറിന് ഗുഡ്സ് റീസെയിൽ ചെയ്യാം. ദെൻ തേർഡ് വൺ പറയണത് സെല്ലർ റീസെയിൽ ചെയ്യാനുള്ള ഇൻറ്റൻഷൻ അറിയിച്ചിട്ടും ഒരു റീസണബിൾ ടൈം പീരീഡിനുള്ളിൽ ബയ്യർ പ്രൈസ് പേ ചെയ്തിട്ടില്ലെങ്കിലും സെല്ലറിന് റീസെയിൽ ചെയ്യാൻ പറ്റും. അടുത്തത് റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ എഗെയിൻസ്റ്റ് ബയ്യർ. അതായത് സെല്ലർ ബയ്യറിന് ഗുഡ്സ് പാസ് ചെയ്തു, പക്ഷേ ബയ്യർ പ്രൈസ് പേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അൺപെയ്ഡ് സെല്ലറിന് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടാവും എഗെയിൻസ്റ്റ് ദാറ്റ് ബയ്യർ? അതാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 55 പറയുന്ന ഫസ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ സ്യൂട്ട് ഫോർ പ്രൈസ്. സെല്ലർ മേ സ്യൂ ബയ്യർ ഫോർ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. അതുപോലെ സെക്ഷൻ 56 പറയുന്നത് സെല്ലർ മേ സ്യൂ ദ ബയ്യർ ഫോർ ഡാമേജ് ഫോർ നോൺ അക്സെപ്റ്റൻസ്. അപ്പോൾ ഇത്രയാണ് അൺപെയ്ഡ് സെല്ലറിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇനി സ്യൂട്ട്സ് ബൈ ദ ബയ്യർ എഗെയിൻസ്റ്റ് ദ സെല്ലർ. ബയ്യറിന് സെല്ലറിന് എഗെയിൻസ്റ്റ് എന്തെങ്കിലും സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് പറ്റുന്ന സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. അത് ഫസ്റ്റ് വൺ പറയുന്നതാണ് ഡാമേജസ് ഫോർ നോൺ ഡെലിവറി സെക്ഷൻ 57 പറയുന്നത്. സെല്ലർ കോൺട്രാക്റ്റിൽ പറഞ്ഞതുപോലെ ബയ്യറിന് ഗുഡ്സ് ഡെലിവറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബയ്യർ ക്യാൻ ആസ്ക് ഫോർ ദ ഡാമേജസ് ഫോർ നോൺ ഡെലിവറി. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് സ്പെസിഫിക് പെർഫോമൻസ് സെക്ഷൻ 58 അതിനെക്കുറിച്ച് പറയുന്നത്. സെല്ലർ കോൺട്രാക്റ്റ് ഓഫ് സെയിലിൻ്റെ ഭാഗമായി എന്തെങ്കിലും പെർഫോമൻസ് ചെയ്യാതിരുന്നാൽ ബയ്യർ അക്കാര്യം നടത്തിയെടുക്കുന്നതിന് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം. ആൻഡ് കോർട്ട് മേ ബൈ ഇറ്റ്സ് ഡിഗ്രി ഡയറക്റ്റ് ദാറ്റ് ദ കോൺട്രാക്ട് ഷാൽ ബി പെർഫോംഡ് സ്പെസിഫിക്കലി വിത്തൗട്ട് ഗിവിംഗ് ദ ഡിഫൻഡൻറ്റ് ദ ഓപ്ഷൻ ഓഫ് റീറ്റെയിനിങ് ദ ഗുഡ്സ് ഓൺ പേയ്മെൻറ്റ് ഓഫ് ഡാമേജസ്. അതായത് കോർട്ടിന് പറയാം കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ പെർഫോം ചെയ്യണമെന്നും എന്തെങ്കിലും ഡാമേജസ് കൊടുത്ത് സെല്ലറിന് ഗുഡ്സ് കയ്യിൽ റീറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റില്ല എന്നും. ഇനി തേർഡ് വൺ പറയുന്നത് റെമഡി ഫോർ ബ്രീച്ച് ഓഫ് വാറണ്ടിയാണ്. സെക്ഷൻ 59 അതിനെക്കുറിച്ച് പറയുന്നത്. സെല്ലറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ബ്രീച്ച് ഓഫ് വാറണ്ടി ഉണ്ടായാൽ ബയ്യർ ക്യാൻ സ്യൂ ദ സെല്ലർ ഫോർ ഡാമേജസ് ഫോർ ബ്രീച്ച് ഓഫ് വാറണ്ടി. വാറണ്ടിയുടെ ബ്രീച്ച് ആയതുകൊണ്ട് തന്നെ ബയ്യറിന് കോൺട്രാക്റ്റ് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഡാമേജസ് സ്യൂ ചെയ്യാനേ പറ്റുള്ളൂ. ഇനി കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സിൽ വരുന്ന വേറൊരു പോർഷൻ ആണ് ഓപ്ഷൻ സെയിൽ എന്ന് പറയുന്നത്. സെക്ഷൻ 64 അതിനെക്കുറിച്ച് പറയുന്നത്. ഓപ്ഷൻ സെയിൽ അതായത് ലേലം, ഇതും ഒരു സെയിൽ ഓഫ് ഗുഡ്സ് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഈ ലേലം എന്ന് പറയുന്ന സംഭവം കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഒരു 10 മുട്ട ലേലത്തിന് വെക്കുകയാണ്. അപ്പോൾ ലേലത്തിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലേലം വിളിക്കുന്ന ആളുണ്ട്, ഓപ്ഷനിയർ എന്നാണ് പറയുക അയാൾ. അപ്പോൾ പുള്ളി ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു ബേസ് പ്രൈസ് മിക്കവാറും പറയും. ഇപ്പോൾ 10 മുട്ടയ്ക്ക് 10 രൂപ എന്ന് ആദ്യം ഒരു ബേസ് പ്രൈസ് പറയുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ കൂടി നിൽക്കുന്ന ഈ ലേലത്തിൽ പങ്കെടുക്കാൻ വന്ന വേറൊരാൾ അതിന് 20 രൂപ പറയുന്നു. അപ്പോൾ മറ്റൊരാൾ 50 രൂപ പറയുന്നു. അങ്ങനെ പലരും 70, 80, 100 അങ്ങനെ കൂട്ടി പറയും. ലാസ്റ്റ് ഒരു 200 രൂപ ഒക്കെ ആകുമ്പോൾ ആരും പിന്നെ കൂട്ടി പറയുന്നില്ല എങ്കിൽ ലേലം അവിടെ വെച്ച് ഉറപ്പിക്കുകയാണ്. അപ്പോൾ 200 രൂപ ഒരു തരം, 200 രൂപ 2 തരം, 200 രൂപ 3 തരം എന്നും പറഞ്ഞ് ലേലം ഉറപ്പിക്കുന്നു. എന്നിട്ട് ആരാണോ ആ 200 രൂപയ്ക്ക് വിളിച്ചത് അയാൾക്ക് 200 രൂപ കൊടുത്ത്
ആ മുട്ട വാങ്ങിക്കൊണ്ട് പോകാം. ഇതാണ് ഓപ്ഷൻ സെയിൽ അല്ലെങ്കിൽ ലേലം എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ സെയിലുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 64 എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ക്ലോസ് 1 പറയുന്നത് വേർ ഗുഡ്സ് ആർ പുട്ട് അപ്പ് ഫോർ സെയിൽ ഇൻ ലോട്ട്സ് ഈച്ച് ലോട്ട് ഇസ് പ്രൈമ ഫേസി ഡീം ടു ബി ദ സബ്ജക്റ്റ് ഓഫ് എ സെപ്പറേറ്റ് കോൺട്രാക്ട് ഓഫ് സെയിൽ. നമ്മൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ കണ്ടതാണ്, ഓരോരുത്തരും 20, 30, 40 അങ്ങനെ ഓരോരുത്തരും ഓരോ ലോട്ട് പറയുമായിരുന്നു. അത് ഓരോന്നും സെപ്പറേറ്റ് കോൺട്രാക്ട് ഓഫ് സെയിലായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ അത് ഒരു ഓഫർ വയ്ക്കുന്നു 20, പക്ഷേ അത് റിജക്റ്റ് ചെയ്യപ്പെടണം. അപ്പോൾ ആ കോൺട്രാക്ട് ഓഫ് സെയിൽ അവിടെ വേണ്ടെന്ന് വയ്ക്കുന്നത്. അങ്ങനെ ഓരോ ലോട്ടും ഓരോ സെപ്പറേറ്റ് കോൺട്രാക്ട് ഓഫ് സെയിലായിരിക്കും. ഇതാണ് ക്ലോസ് 1 പറയുന്നത്. ദെൻ ക്ലോസ് 2 പറയുന്നത് കംപ്ലീഷൻ ഓഫ് കോൺട്രാക്ട് ഇൻ ഓപ്ഷൻ സെയിലാണ്. അതായത് എപ്പോഴാണ് ഒരു ഓപ്ഷൻ സെയിൽ കംപ്ലീറ്റ് ആവുന്നത്. ഈ സെക്ഷനിൽ പറയുന്നത് സെയിൽ ഈസ് കംപ്ലീറ്റ് വെൻ ദ ഓപ്ഷനിയർ അനൗൺസസ് ഇറ്റ്സ് കംപ്ലീഷൻ ബൈ ദ ഫോൾ ഓഫ് ദ ഹാമർ ഓർ ഇൻ ദ കസ്റ്റമറി മാനർ. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഈ ഹാമർ വെച്ചിട്ട് ലേലം ഉറപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കുമ്പോഴായിരിക്കും ഒന്ന്, അല്ലെങ്കിൽ കസ്റ്റമറി മാനർ. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ ആ കസ്റ്റമറി മാനറാണ് നമ്മളുടെ 200 രൂപ ഒരു തരം, 200 രൂപ 2 തരം, 200 രൂപ 3 തരം, 3 തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉറപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് നമ്മളുടെയൊക്കെ ഒരു കസ്റ്റമറി മാനർ. അപ്പോൾ ഏത് രീതിയിലാണോ വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന ലേലം കംപ്ലീറ്റ് ആയെന്ന് അല്ലെങ്കിൽ ഓപ്ഷൻ കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നടക്കത്തിടത്തോളം സമയം വരെ ആ ബിഡ് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല. ഇനി ക്ലോസ് 3 പറയുന്നത് റൈറ്റ് ടു റിസർവ് എ ബിഡ് ബൈ ഓർ ആൻഡ് ബിഹാഫ് ഓഫ് ദ സെല്ലർ. അതായത് നമ്മൾ സെയിലിൽ പറഞ്ഞു, സെയിലിൽ സെല്ലറും ബയ്യറും എന്ന് പറയുന്നത് 2 ഡിഫറെൻറ്റ് പാർട്ടീസ് ആയിരിക്കണം എന്ന്. പക്ഷേ ഓപ്ഷൻ സെയിലിൽ അങ്ങനെയൊരു റൂളില്ല. കാരണം സെല്ലറും ബയ്യറും ഒരേ പേഴ്സൺ ആവും. അപ്പോൾ അത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി കാണും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, നായകൻ്റെ വീട് പണയത്തിലായിട്ട് ബാങ്ക് പിന്നെ അത് ലേലത്തിന് വിൽക്കുന്നു, അവസാനം കാശ് കൊടുത്ത് പിടിച്ചെടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഒറിജിനൽ ഓണർ ഈ പറയുന്ന നായകൻ തന്നെയായിരുന്നു, ബാങ്ക് ഓപ്ഷനിയറാണ്, അത് കഴിഞ്ഞിട്ട് ലേലത്തിൽ അത് പിടിക്കുന്നതും ഈ ഓണർ തന്നെയാണിരുന്നത്. സോ ഇവിടെ രണ്ടുപേരും ഒരേ ആൾ തന്നെയാണ്. അല്ലെങ്കിൽ സെല്ലറിൻ്റെ ബിഹാഫിൽ വേറെ ആർക്കെങ്കിലും വേണമെങ്കിലും വന്ന് ഈ ഓപ്ഷനിൽ ഇട് അല്ലെങ്കിൽ എന്താണോ ഗുഡ്സ് അത് തിരിച്ചു പിടിക്കാവുന്നതാണ്. അതാണ് ക്ലോസ് 3 പറയുന്നത്. ഇനി ക്ലോസ് 5 പറയുന്നത് ഓപ്ഷൻ സെയിൽ സബ്ജക്റ്റ് ടു റിസർവ്ഡ് ഓർ അപ്സെറ്റ് പ്രൈസ്. ഇപ്പോൾ ഒരു ലേലം നടക്കുമ്പോൾ ആ ഗുഡ്സിന് ആദ്യമേ തന്നെ ഒരു റിസർവ്ഡ് പ്രൈസ് പറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബാഗ് ലേലത്തിന് വെക്കുകയാണ്. ശരിക്കും ഒരു 1000 രൂപ വിലയുള്ളൊരു ബാഗാണ്, പക്ഷെ അതിനൊരു റിസർവ്ഡ് പ്രൈസ് പറഞ്ഞില്ല. അതായത് ആ 1000 രൂപ എന്ന് പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും, ആദ്യം 10, 50, 30 ചിലപ്പോൾ 1000-ന് താഴെയുള്ള എമൗണ്ടിലായിരിക്കും ആ ലേലം ഫിക്സ് ആവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതെ, സെല്ലറിന് അങ്ങനെ ഒരു നഷ്ടം വരാതിരിക്കാനായിട്ടാണ് ഇങ്ങനെയൊരു റിസർവ്ഡ് ഓർ അപ്സെറ്റ് പ്രൈസ് വെക്കാം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 1000-ൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്നു. 1000 കഴിഞ്ഞിട്ട് പിന്നെ ലേലം വിളിച്ചെടുക്കുന്ന എമൗണ്ട് എത്രയാണോ അത് സെല്ലറിനൊരു പ്രോഫിറ്റായിട്ട് വരുമല്ലോ. സോ അതുകൊണ്ട് ഇങ്ങനെ ഒരു റിസർവ്ഡ് പ്രൈസ് വേണമെങ്കിൽ ഓപ്ഷൻ സെയിലിൽ വെക്കാവുന്നതാണ്. ക്ലോസ് 6 പറയുന്നത് പ്രിറ്റൻഡഡ് ബിഡിങ് ടു റേസ് ദ പ്രൈസ് ആൻഡ് ഇറ്റ്സ് എഫക്റ്റ്. സെല്ലറിന് വേണമെങ്കിൽ ഈ ഓപ്ഷനിൽ ബിഡ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ സെല്ലറിൻ്റെ ബിഹാഫിൽ വേണമെങ്കിൽ വേറൊരാൾക്ക് വന്ന് ബിഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ സെല്ലറിന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേ ആൾക്കാരെ കൊണ്ട് കൂടുതൽ എമൗണ്ട് റേസ് ചെയ്യിപ്പിച്ച് ഓപ്ഷനിൽ വലിയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ എമൗണ്ടുകൾ ഇങ്ങനെ കൂട്ടി പറഞ്ഞ് മറ്റേ ആളെ കൊണ്ട് ഭയങ്കര തുകയ്ക്ക് ഈ ലേലം ഉറപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പാടില്ല എന്നുള്ളതാണ് ഈ ക്ലോസ് 6 പറയുന്നത്. എനിക്ക് തോന്നുന്നു മരുഭൂമിയിലെ ആന എന്ന് പറഞ്ഞ സിനിമയിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വോയിഡബിൾ ഓൺ ദ ഓപ്ഷൻ ഓഫ് ദ ബയ്യർ ആയിരിക്കും. സോ ഇത്രയൊക്കെയാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സിൽ വരുന്ന പോർഷൻസ്.